ഹായ് സ്റ്റുഡൻസ്, എല്ലാവർക്കും മാർക്കറ്റിംഗ് മാനേജ്മെന്റിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോക്കകത്ത് നമ്മൾ പറയാൻ പോകുന്നത് റൂറൽ മാർക്കറ്റിംഗ് ഇൻ ഇന്ത്യ എന്താണെന്നുള്ളതാണ്. അതിൽ പൊട്ടൻഷ്യൽസ്, ചലഞ്ചസ്, ഫീച്ചേഴ്സ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് റൂറൽ മാർക്കറ്റിംഗ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് മുമ്പത്തെ മാർക്കറ്റിംഗ് മാനേജ്മെന്റിന്റെ മുഴുവൻ വീഡിയോന്റെ ലിങ്കുകളും ഇതിന്റെ ഡിസ്കഷൻ ബോക്സിനകത്ത് നൽകുന്നുണ്ട്. കൂടാതെ എന്റെ സ്ക്രീൻ ശ്രദ്ധിക്കുക, ഐ ബട്ടൺ ശ്രദ്ധിക്കുക, ചാനലിലെ പ്ലേലിസ്റ്റ് ടാപ്പ് ചെയ്യുകയാണെങ്കിലും ഇവയുടെയും മറ്റ് സബ്ജക്റ്റുകളുടെയും വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇവയെല്ലാം യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൂടെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വലിയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ നൽകുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് കൂടെ ഓർമ്മപ്പെടുത്തുന്നു. എന്താണ് റൂറൽ മാർക്കറ്റിംഗ് എന്നുള്ളത് നോക്കാം. റൂറൽ മാർക്കറ്റിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് ഡെവലപ്പിംഗ്, പ്രൈസിംഗ്, പ്രൊമോട്ടിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടിംഗ് rural specific goods and services to rural consumers to satisfy their needs. റൂറൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂറൽ സ്പെസിഫിക് ആയിട്ടുള്ള ഗുഡ്സ് ആൻഡ് സർവീസസ്, അതായത് റൂറൽ കസ്റ്റമേഴ്സിന് ആവശ്യമുള്ള അവരുടെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്ന തരത്തിലുള്ള ഗുഡ്സ് ആൻഡ് സർവീസസ് അത് ഡെവലപ്പ് ചെയ്യുക, അതിന് പ്രൈസ് ചെയ്യുക, അത് പ്രൊമോട്ട് ചെയ്യുക, അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ, ഈ കാര്യങ്ങളെല്ലാം അടങ്ങുന്നതാണ് റൂറൽ മാർക്കറ്റിംഗ്. റൂറൽ മാർക്കറ്റിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് ഡെവലപ്പിംഗ്, പ്രൈസിംഗ്, പ്രൊമോട്ടിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടിംഗ്. ഇത്രയും കാര്യങ്ങളാണ് അതിനകത്ത് വരുന്നത്. ഏതിന്റെ? റൂറൽ സ്പെസിഫിക് ഗുഡ്സ് ആൻഡ് സർവീസസ്. റൂറൽ സ്പെസിഫിക് ആയിട്ടുള്ള റൂറൽ മേഖലയിലേക്ക് താല്പര്യമുള്ള ഗുഡ്സ് ആൻഡ് സർവീസസ്. അതെന്തിനു വേണ്ടിയിട്ടാണ്? ടു റൂറൽ കസ്റ്റമേഴ്സ് ടു സാറ്റിസ്ഫൈ ദർ നീഡ്സ്, അവരുടെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെയുള്ളതിന് മാർക്കറ്റിങ്ങിനെയാണ് നമ്മൾ റൂറൽ മാർക്കറ്റിംഗ് എന്ന് പറയാം. These are the activities undertaken by the marketers to encourage the people living in rural areas to convert their purchasing power into an effective demand. ഇവിടെ ഇതെന്ന് പറയുന്നത് ഇത് മാർക്കറ്റേഴ്സ് എടുക്കുന്ന ഏതാനും മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് ആണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ടു എൻകറേജ് ദ പീപ്പിൾ ലിവിങ് ഇൻ റൂറൽ ഏരിയാസ്, റൂറൽ ഏരിയയിൽ താമസിക്കുന്ന ആളുകളെ പ്രോത്സാഹിപ്പിക്കുക. ടു കൺവേർട്ട് ദെയർ പർച്ചേസിംഗ് പവർ ഇൻ ടു ആൻ ഇഫക്റ്റീവ് ഡിമാൻഡ്, അവരുടെ ആ ഒരു വാങ്ങാനുള്ള കപ്പാസിറ്റി, ആ ഒരു പർച്ചേസിംഗ് പവറിനെ ആ കമ്പനിക്ക് വേണ്ട ഒരു ഇഫക്റ്റീവ് ഡിമാൻഡാക്കി മാറ്റുക. അവരുടെ പ്രോഡക്റ്റിന് ഉള്ളൊരു ഡിമാൻഡ് അവരിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് മാർക്കറ്റേഴ്സ് ഈ ആക്ടിവിറ്റീസ് ചെയ്യുന്നത്. This is done with the intention to improve their standard of living and achieving the company's objectives as a whole. ഇത് ഗ്രാമീണ മേഖലയിൽ താമസിക്കുന്ന ആളുകളുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയും അതോടൊപ്പം തന്നെ അതിലൂടെ കമ്പനിയുടെ ഒബ്ജക്റ്റീവ് നേടിയെടുക്കുക എന്നുള്ളതും കൂടി വെച്ചിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. ദെൻ റൂറൽ മാർക്കറ്റിംഗിന്റെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. അക്കോർഡിംഗ് ടു ടി പി ഗോപാലസ്വാമി, അദ്ദേഹത്തിന്റെ അഭിപ്രായ പ്രകാരം റൂറൽ മാർക്കറ്റിംഗ് ഈസ് എ 2-way പ്രോസസ്. റൂറൽ മാർക്കറ്റിംഗ് 2-way പ്രോസസ് ആണ്. വിച്ച് എൻകംപാസസ്, അതിനകത്ത് വരുന്നത് ദ ഡിസ്ചാർജ് ഓഫ് ബിസിനസ് ആക്ടിവിറ്റി, ബിസിനസ് ആക്ടിവിറ്റിയുടെ നടത്തിപ്പന്നെയാണ് അതിനകത്ത് വരുന്നത്. ദാറ്റ് ഡയറക്ട്സ് ദ ഫ്ലോ ഓഫ് ഗുഡ്സ് ഫ്രം അർബൻ ടു റൂറൽ ഏരിയ. ആ ഒരു ബിസിനസ് ആക്ടിവിറ്റിയിൽ എന്താണ് ഡയറക്ട് ചെയ്യപ്പെടുന്നത്? ഫ്ലോ ഓഫ് ഗുഡ്സ് ഫ്രം അർബൻ ടു റൂറൽ ഏരിയ, അർബൻ മേഖലയിൽ നിന്നും നഗരപ്രദേശങ്ങളിൽ നിന്നും റൂറൽ ഏരിയയിലേക്കുള്ള ഗുഡ്സിന്റെ ഫ്ലോ ആണ് വരുന്നത്. അപ്പൊ അത്തരത്തിലുള്ള പ്രോഡക്റ്റുകൾ പ്രധാനമായിട്ടും മാനുഫാക്ചർഡ് ഗുഡ്സ് ആയിരിക്കും. നഗരപ്രദേശങ്ങളിൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ട അതിന്റെ പ്രൊഡക്ഷൻ പൂർത്തീകരിക്കപ്പെട്ട പ്രോഡക്റ്റുകളായിരിക്കും മിക്കവാറും റൂറൽ ഏരിയയിലേക്ക് പോകുന്നത്. ആൻഡ് വൈസ് വേഴ്സ, തിരിച്ചു മീൻസ് റൂറൽ ഏരിയയിൽ നിന്നും അർബൻ ഏരിയയിലേക്കും ഗുഡ്സിന്റെ ഫ്ലോ ഉണ്ടായിരിക്കും. അത് മിക്കപ്പോഴും ഏതാവാം? അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ് ആവാം. ആസ് ഓൾസോ വിത്തിൻ ദി റൂറൽ ഏരിയാസ്. അപ്പൊ അത് പ്രകാരം നമ്മൾ ഈ ഒരു ഡെഫിനിഷൻ പ്രകാരം റൂറൽ മാർക്കറ്റിംഗ് 2-way പ്രോസസ് ആണെന്ന് മനസ്സിലാക്കാം. അപ്പൊ അതിൽ ഒന്ന് വരുന്നത് അർബൻ ടു റൂറൽ, അർബണിൽ നിന്നും റൂറൽ ഏരിയയിലേക്കുള്ള ഫ്ലോ ആണ് വരുന്നത്. ദ അർബൻ ടു റൂറൽ ഫ്ലോ കൺസിസ്റ്റ് ഓഫ് അഗ്രികൾച്ചറൽ ഇൻപുട്സ്. അർബണിൽ നിന്നും നഗരപ്രദേശനും റൂറൽ മേഖലയിലേക്കുള്ള ഫ്ലോ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഏതൊക്കെയാ വരിക? അഗ്രികൾച്ചറൽ ഇൻപുട്സ്, ഫാസ്റ്റ് മൂവിംഗ് കൺസ്യൂമർ ഗുഡ്സ് സച്ച് ആസ് സോപ്പ്, ഡിറ്റർജന്റ്, കോസ്മെറ്റിക്സ്, ടെക്സ്റ്റൈൽസ്, ഓട്ടോമൊബൈൽസ്, ഫെർട്ടിലൈസേഴ്സ് ആൻഡ് സോ ഓൺ. അപ്പൊ ഈ പറയുന്ന ഐറ്റങ്ങളിലെല്ലാം പെട്ട ഫാസ്റ്റ് മൂവിംഗ് ആയിട്ടുള്ള FMCG ഗുഡ്സ്, അതുപോലെ അഗ്രികൾച്ചറൽ ഇൻപുട്ടുകളൊക്കെയാണ് നമ്മുടെ റൂറൽ മേഖലയിലേക്ക് അർബൻ മേഖലയിൽ നിന്നും പാസ് ചെയ്യപ്പെടുന്നത്. ദെൻ തിരിച്ചും റൂറൽ മേഖലയിൽ നിന്ന് അർബൻ മേഖലയിലേക്കുള്ള ഫ്ലോ അകത്ത് ഏതൊക്കെയാ വരിക? ദ റൂറൽ ടു അർബൻ ഫ്ലോ കൺസിസ്റ്റ് ഓഫ്, റൂറലിൽ നിന്നും അർബനിലേക്കുള്ള ഫ്ലോ അല്ലാത്ത വരുന്നത് അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസ് സച്ച് ആസ് റൈസ്, വീറ്റ്, ഷുഗർ, കോട്ടൺ, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഫ്ലവേഴ്സ്, മിൽക്ക് എക്സെട്ര. ഇത്തരത്തിലുള്ള അഗ്രികൾച്ചർ പ്രോഡക്റ്റുകളാണ് റൂറൽ മേഖലയിൽ നിന്നും അർബൻ മേഖലയിലേക്ക് പാസ് ചെയ്യുന്നത്.
In addition to this, ഇതിന്റെ പുറമെ there is also a movement of rural products within the rural areas for consumption. റൂറൽ പ്രോഡക്റ്റുകൾ റൂറൽ മേഖലയിൽ തന്നെ കൺസംഷന് വേണ്ടിയിട്ട് ഫ്ലോ ചെയ്യപ്പെടും. അപ്പം മിൽക്കൊക്കെ അവിടെ ഉള്ളത് അവിടെ തന്നെ അർബൻ ഏരിയയിലേക്ക് മാത്രമല്ല റൂറൽ മേഖലയിൽ തന്നെ റൊട്ടേറ്റ് ചെയ്യും അല്ലെ. അവിടെ തന്നെ പിന്നെ വെജിറ്റബിൾസും മറ്റും അവിടെ തന്നെ ട്രേഡ് ചെയ്യപ്പെടും. അപ്പം അങ്ങനെ ആ ഒരു ഏരിയക്കകത്തും അതിന്റെ ട്രേഡ് കൺസംഷൻ മൂവ്മെന്റ് ഒക്കെ നടന്നു എന്ന് വരാം. Then features of rural marketing. Rural marketing in the features എന്തൊക്കെയാന്ന് നോക്കാം. Large, diverse and scattered population. Rural market in India is large and scattered in the number of regions. ഇന്ത്യയിലെ റൂറൽ മാർക്കറ്റ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. അതോടൊപ്പം തന്നെ വിവിധ മേഖലകളിലായിട്ട് സ്കാറ്റർ ചെയ്ത് സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന ഒന്നാണ്. So the rural population is highly scattered. Rural population highly scattered ആയതുകൊണ്ട് തന്നെ സ്പ്രെഡ് ആയി കിടക്കുന്നതുകൊണ്ട് തന്നെ ഇറ്റ് ഹോൾഡ്സ് എ ബിഗ് പ്രോമിസ് ഫോർ ദി മാർക്കറ്റേഴ്സ്. മാർക്കറ്റേഴ്സിന് അതൊരു ബിഗ് പ്രോമിസ് ആണ്, അവർക്ക് നല്ലൊരു അവസരമാണെന്നാണ് പറയുന്നത്. Then higher purchasing capacity. Purchasing power of the rural people is on rise. Rural people's purchasing power, അവരുടെ വാങ്ങാനുള്ള കപ്പാസിറ്റി ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഉയർന്നു വരുന്നേ ഉള്ളൂ. Marketers have realized the potential of rural markets and thus are expanding their operation in rural areas. Marketers അവരുടെ റൂറൽ മാർക്കറ്റ്സിന്റെ പൊട്ടൻഷ്യൽ എന്താണ്, അതിന്റെ സാധ്യത എന്താണ്, അവിടുത്തെ ആ ഒരു അവസരങ്ങൾ അവർ റിയലൈസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദസ് ആർ എക്സ്പാൻഡിങ് ദർ ഓപ്പറേഷൻ ഇൻ റൂറൽ ഏരിയാസ്. അതുകൊണ്ട് തന്നെ അവർ അവരുടെ പ്രവർത്തനങ്ങൾ ഇപ്പം റൂറൽ മേഖലയിലേക്ക് വ്യാപിപ്പിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതായത് ഉയർന്ന പർച്ചേസിംഗ് കപ്പാസിറ്റി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് റൂറൽ മേഖലയിൽ. Then market growth. The rural market is growing steadily over the years. അപ്പോൾ സ്റ്റഡിലി അതിങ്ങനെ കുറെ വർഷങ്ങളായിട്ട് ഇപ്പോൾ ഒരേപോലെ ഇത് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഡിമാൻഡ് ഫോർ ട്രഡീഷണൽ ആസ് വെൽ ആസ് മോഡേൺ പ്രോഡക്റ്റ് ഈസ് ഷോയിങ് ആൻഡ് ഇൻക്രീസിങ് ട്രെൻഡ്. റൂറൽ മേഖലയിൽ ട്രഡീഷണൽ ആയിക്കോട്ടെ മോഡേൺ പ്രോഡക്ട്സ് ആയിക്കോട്ടെ എല്ലാത്തിനും ഒരു ഗ്രോയിങ് ട്രെൻഡ്, ഇൻക്രീസിങ് ട്രെൻഡ്, ഉയർന്ന ട്രെൻഡ് ഡിമാൻഡാണ് ഇപ്പം കാണപ്പെടുന്നത്. ഡിമാൻഡ് കൂടി വരുന്നതാണ് നമ്മൾ കാണുന്നത്. Development of infrastructure. Inadequate infrastructure is the most important factor that distinguishes urban and rural market. ഈ അർബൻ മേഖലയെയും റൂറൽ മാർക്കറ്റിനെയും വേർതിരിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ഇൻഫ്രാസ്ട്രക്ചറിന്റെ അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവമാണ്, ഇനാഡിക്വസിയാണ്. The infrastructural facilities are inadequate in rural areas. റൂറൽ ഏരിയയിൽ പൊതുവെ ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റീസ് ഇല്ല, അതിന്റെ അപര്യാപ്തതയുണ്ട്. But now there is development of infrastructural facilities resulting in increase in the scope of rural marketing. പക്ഷെ ഇപ്പം ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റീസ് ഒക്കെ മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു, ഗവൺമെന്റ് അതിനൊക്കെ ഇനീഷ്യേറ്റീവ് എടുക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ റൂറൽ മാർക്കറ്റിംഗിന്റെ സാധ്യത ഇപ്പം ആ മേഖലകളിൽ എന്ത് ചെയ്യുന്നുണ്ട്, വർദ്ധിച്ചു വരുന്നുണ്ട്. ഇൻഫ്രാസ്ട്രക്ചർ മെച്ചപ്പെടുന്നത് കൊണ്ട് റൂറൽ മാർക്കറ്റിംഗ് കൂടെ ഇപ്പം മെച്ചപ്പെട്ട് വരുന്നുണ്ടെന്നാണ് പറയുന്നത്. Then low standard of living. The standard of living of rural population is low. അവരുടെ റൂറൽ പീപ്പിളിന്റെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, ജീവിത നിലവാരം പൊതുവെ വളരെ താഴെയാണ്. ആൻഡ് റൂറൽ കൺസ്യൂമേഴ്സ് ഹാവ് ഡൈവേഴ്സ് സോഷ്യോ ഇക്കണോമിക് ബാക്ക്ഗ്രൗണ്ട്. റൂറൽ കൺസ്യൂമേഴ്സ് ആണെങ്കിൽ പല വിധത്തിലുള്ള സാമൂഹിക സാമ്പത്തിക ബാക്ക്വേർഡ്നെസ്, പല രീതിയിൽ അവർ അത് പിന്നോക്കമാണ് സാമൂഹികമായിട്ടും സാമ്പത്തികമായിട്ടും. ദേ ഹാവ് ഓൺലി ലോ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ബിക്കോസ് ഓഫ് ലോ ലിറ്ററസി. അവർക്ക് ലോ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ടാണ് അങ്ങനെ? ഓഫ് ലോ ലിറ്ററസി, കുറഞ്ഞ സാക്ഷരതയുള്ളൂ. ലോ പെർ ക്യാപിറ്റ ഇൻകം, കുറഞ്ഞ ഇൻകം ഉള്ളൂ. സോഷ്യൽ ബാക്ക്വേർഡ്നെസ്, സാമൂഹികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന അവസ്ഥ. ലോ സേവിങ്സ്, കുറഞ്ഞ സമ്പാദ്യം. ഇതൊക്കെയാണ് അവരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് പിന്നോക്കം നിർത്തുന്നതിന് കാരണമാകുന്നത്. ലോ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ആണ് റൂറൽ ഏരിയയുടെ ഒരു ദോഷവശമായിട്ട് നമുക്ക് പറയാവുന്ന ഒന്ന്. ദെൻ ട്രഡീഷണൽ ഔട്ട്ലുക്ക്. ദ റൂറൽ കൺസ്യൂമർ വാല്യൂസ് ഓൾഡ് കസ്റ്റംസ് ആൻഡ് ട്രഡീഷൻസ്. പഴയ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ഒക്കെ തന്നെ നല്ല വിലമതിക്കുന്നവരാണ് റൂറൽ കൺസ്യൂമേഴ്സ്. റൂറൽ പീപ്പിൾ ആക്സെപ്റ്റ് ചേഞ്ചസ് ഓൺലി ഗ്രാജുവലി. അവർ മാറ്റങ്ങൾ സാവധാനം മാത്രമേ ഉൾക്കൊള്ളൂ, അവർ പെട്ടെന്ന് പുതുമയിലേക്ക് മാറില്ല. ഗ്രാജുവലി ദ റൂറൽ പോപ്പുലേഷൻ ഈസ് ചേഞ്ചിങ് ഇറ്റ്സ് ഡിമാൻഡ് പാറ്റേൺ and there is demand even for branded products in villages. സാവധാനം ഗ്രാജുവലി ക്രമേണ ദ റൂറൽ പോപ്പുലേഷൻ അവരുടെ ഡിമാൻഡ് പാറ്റേൺ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു, അവരുടെ ആവശ്യങ്ങളുടെ രൂപം മാറിക്കൊണ്ടിരിക്കുന്നു. ആൻഡ് ദർ ഈസ് ഡിമാൻഡ് ഈവൻ ഫോർ ബ്രാൻഡഡ് പ്രോഡക്ട്സ് ഇൻ വില്ലേജസ്. ഇപ്പം ബ്രാൻഡഡ് പ്രോഡക്റ്റിനാണെങ്കിലും വില്ലേജുകളിൽ ഡിമാൻഡ് ഉണ്ടാവുന്നുണ്ട്. മാർക്കറ്റിംഗ് മിക്സ്. ദ അർബൻ പ്രോഡക്ട്സ് cannot be dumped on rural population. അർബൻ പ്രോഡക്റ്റ് നമ്മൾ റൂറൽ പോപ്പുലേഷനിൽ അങ്ങനെ ഡംപ് ചെയ്യാൻ പറ്റില്ല, അവിടെ നമുക്ക് തള്ളാൻ പറ്റില്ല. സെപ്പറേറ്റ് സെറ്റ്സ് ഓഫ് പ്രോഡക്ട്സ് ആർ ഡിസൈൻഡ് ഫോർ റൂറൽ കൺസ്യൂമേഴ്സ് ടു സ്യൂട്ട് ദർ റൂറൽ ഡിമാൻഡ്സ്.
അപ്പം അവരുടെ റൂറൽ ഡിമാൻഡ്, ഗ്രാമീണ മേഖലയിലുള്ള ആളുകൾക്ക് അവരുടെ ഡിമാൻഡിൽ വേരിയേഷൻ ഉണ്ടാകും. അവരുടെ ആ ഒരു റൂറൽ ഡിമാൻഡിന് അനുയോജ്യമായ രീതിയിലുള്ള റൂറൽ കൺസ്യൂമേഴ്സിന് വേണ്ടിയിട്ട് അത്തരം പ്രോഡക്റ്റുകൾ, സെപ്പറേറ്റ് സെറ്റ്സ് ഓഫ് പ്രോഡക്ട്സ് ഡിസൈൻ ചെയ്യേണ്ടതുണ്ട്. The marketing mix elements are to be adjusted according to the requirement of the rural consumers. അപ്പം അതുകൊണ്ട് തന്നെ മാർക്കറ്റിംഗ് മിക്സ് എലമെന്റുകളും നമ്മൾ പ്രോഡക്റ്റ് പ്രൈസ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ആ മാർക്കറ്റിംഗ് മിക്സ് എലമെന്റ്സും റൂറൽ കൺസ്യൂമേഴ്സിന്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പം അർബൻ ഏരിയയിലുള്ള മാർക്കറ്റിംഗ് മിക്സ് ആവാൻ പറ്റില്ല റൂറൽ മേഖലയിലേക്ക് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഡൈവേഴ്സ് സോഷ്യോ ഇക്കണോമിക് ബാക്ക്ഗ്രൗണ്ട്, വ്യത്യസ്തമായിട്ടുള്ള സാമൂഹിക സാമ്പത്തിക ബാക്ക്ഗ്രൗണ്ട്. റൂറൽ പീപ്പിൾ ബിലോങ്സ് ടു ഡിഫറെന്റ് റിലീജിയൻസ്, കൾച്ചർ ആൻഡ് സോഷ്യൽ ഗ്രൂപ്പ്സ്. റൂറൽ പോപ്പുലേഷൻ എന്ന് പറയുന്നത് വിവിധ മതങ്ങളിൽ, വിവിധ സംസ്കാരങ്ങൾ, വിവിധ സോഷ്യൽ ഗ്രൂപ്പുകളിൽ പെട്ടവരാണ്. ഇതിന് കാരണം എന്ന് പറയുന്നത് ദിസ് ഈസ് ഡ്യൂ ടു ഡിസ്പേർഷൻ ഓഫ് ജോഗ്രഫിക്കൽ ഏരിയാസ്. ഈ റൂറൽ മേഖല എന്ന് പറയുന്നത് ഒന്നിച്ചൊരിടത്ത് അല്ലാതെ പലയിടത്തായിട്ട് പല ജോഗ്രഫിക്കൽ ഏരിയയിലായിട്ട് സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നതാണ്. ആൻഡ് അൺഈവൻ ലാൻഡ് ഫെർട്ടിലിറ്റി, ഭൂമിയുടെ ആ ഒരു വളക്കൂറും കാര്യമൊക്കെ പല രീതിയിലാണ്. അപ്പോൾ ഓരോരോ മേഖലയിൽ ഓരോ തരത്തിലുള്ള അഗ്രികൾച്ചറൽ പ്രോഡക്റ്റും ഓരോ തരത്തിലുള്ള ഭക്ഷണശീലങ്ങളും ഒക്കെയാണ് ഉണ്ടാവുക. ദിസ് ക്രിയേറ്റ്സ് ദ നീഡ് ടു സെഗ്മെന്റ് ദ റൂറൽ മാർക്കറ്റ്. അപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ റൂറൽ മാർക്കറ്റിനെ സെഗ്മെന്റ് ചെയ്യേണ്ടതുണ്ട്. സെഗ്മെന്റ് ചെയ്തിട്ടാണ് ഇവിടെ മാർക്കറ്റിംഗ് പ്രോഗ്രാമുകൾ ചെയ്യുന്നത്. അങ്ങനെ സെഗ്മെന്റേഷനൊക്കെ നടത്തി ടാർഗറ്റ് ചെയ്യാനൊക്കെ സാധിക്കും എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. Then literacy in rural India. The literacy rate is low in rural areas. ഗ്രാമീണ മേഖലയില് ലിറ്ററസി റേറ്റ് മീൻസ് സാക്ഷരതയുടെ റേറ്റ് എന്ന് പറയുന്നത് ലോ ആണ്. ദിസ് ലീഡ്സ് ടു ദ പ്രോബ്ലം ഓഫ് കമ്മ്യൂണിക്കേഷൻ ഫോർ പ്രൊമോട്ടിംഗ് ഗുഡ്സ് ആൻഡ് സർവീസസ്. അപ്പോൾ ഇത് ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ പ്രൊമോഷണൽ ആക്ടിവിറ്റീസ്, അതിന്റെ കമ്മ്യൂണിക്കേഷൻ നടത്താനും ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാക്കും. കാരണം ഇപ്പോൾ പത്രമാധ്യമങ്ങളിൽ കൊടുത്തു കഴിഞ്ഞാലും വായിക്കാൻ അറിയാത്തവരുള്ള ഒരു ഏരിയയിൽ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു ബെനിഫിറ്റ് ഒന്നുമില്ല. അപ്പൊ അങ്ങനെ പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് ചെയ്യാൻ ഇത്തിരി പാടായിരിക്കും. നൗ ദ റൂറൽ പീപ്പിൾ ഹാവ് സ്റ്റാർട്ടഡ് ടു ഗോ ടു അർബൻ ഏരിയാസ് ഫോർ ഹയർ എഡ്യൂക്കേഷൻ. പക്ഷെ ഇപ്പോൾ റൂറൽ പീപ്പിളൊക്കെ തന്നെയും അർബൻ ഏരിയയിലേക്ക് ഉയർന്ന വിദ്യാഭ്യാസം, ഉന്നത വിദ്യാഭ്യാസം നേടുന്നതിനൊക്കെ വേണ്ടിയിട്ട് പോകാൻ തുടങ്ങിയിട്ടുണ്ട്. ആൻഡ് ഈവൻ ഗവൺമെന്റ് ഹാസ് ഇൻട്രൊഡ്യൂസ്ഡ് വേരിയസ് എഡ്യൂക്കേഷൻ സ്കീംസ് ഫോർ ദം. അതുപോലെ തന്നെ ഈ റൂറൽ പീപ്പിളിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് വിവിധ എഡ്യൂക്കേഷൻ സ്കീംസ് ഒക്കെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ ഭാഗമായിട്ട് അവർ മെച്ചപ്പെട്ട് വരുന്നുണ്ട്. എന്നാലും റൂറൽ ഏരിയയിൽ എഡ്യൂക്കേഷൻ ലിറ്ററസി റേറ്റ് കുറവാണെന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ദെൻ അഗ്രികൾച്ചർ ഈസ് ദ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം. പ്രധാന വരുമാന മാർഗം എന്ന് പറയുന്നത് കൃഷിയാണ്. ദ റൂറൽ പോപ്പുലേഷൻ ഈസ് ഹൈലി ഡിപ്പെൻഡ് അപ്പോൺ ദ അഗ്രികൾച്ചറൽ ഇൻകം ഫോർ ദർ ലിവിങ്. അപ്പം റൂറൽ പോപ്പുലേഷൻ പ്രധാനമായിട്ടും അവരുടെ ജീവിത മാർഗമായിട്ട്, വരുമാന മാർഗമായിട്ട് അവർ ഡിപ്പെൻഡ് ചെയ്യുന്നത് അഗ്രികൾച്ചറൽ ഇൻകത്തെയാണ്. ഇൻ കേസ് ഓഫ് ക്രോപ്പ് ഫെയിലിയർ, അവരുടെ വിളവിൽ എന്തെങ്കിലും ഒരു പരാജയം സംഭവിച്ചാൽ, നാശം സംഭവിച്ചാൽ അല്ലെ, അപ്പോൾ നമ്മൾ എന്തെങ്കിലും മഴയോ അല്ലെങ്കിൽ മറ്റു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് അവരുടെ വിളവ് നശിക്കുകയാണെങ്കിൽ ദ റൂറൽ പീപ്പിൾ ഹാവ് ലോ ഡിസ്പോസിബിൾ ഇൻകം. അവർക്ക് ചെലവഴിക്കാവുന്ന ഇൻകം എന്ന് പറയുന്നത് വളരെ ലോ ആയിരിക്കും. അവർക്ക് സ്പെൻഡ് ചെയ്യാൻ വേണ്ടത്ര ഇൻകം അവരുടെ കയ്യിൽ ഉണ്ടാവില്ല എന്നുള്ളതൊക്കെയാണ് റൂറൽ മാർക്കറ്റിന്റെ ഒരു പ്രത്യേകതയായിട്ട് നമുക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് പൊട്ടൻഷ്യൽസ് ഓഫ് റൂറൽ മാർക്കറ്റിംഗ്, അതിന്റെ പൊട്ടൻഷ്യൽ എന്താണെന്ന് നോക്കാം. അവിടുത്തെ സാധ്യത എന്തുമാത്രം, അതൊരു മാർക്കറ്റ് എന്ന നിലക്ക് മാർക്കറ്റേഴ്സ് എന്തുമാത്രം സാധ്യത കൊണ്ടുവരുന്നുണ്ടെന്നുള്ളത് നോക്കാം. റൂറൽ മാർക്കറ്റ് ഇൻ ഇന്ത്യ ഹാവ് അൺടാപ്ഡ് പൊട്ടൻഷ്യൽ. അൺടാപ്ഡ് മീൻസ് അത് ഉപയോഗപ്പെടുത്താതെ കിടക്കുന്ന പൊട്ടൻഷ്യൽ നമ്മുടെ റൂറൽ മാർക്കറ്റ്സിനുണ്ട്. അതായത് ഇനിയും ഒത്തിരി ഉപയോഗപ്പെടുത്താനുണ്ട് അതിനകത്ത്. ദ ഫോളോവിങ് ആർ ദ പൊട്ടൻഷ്യൽ ഓർ കപ്പാസിറ്റീസ് ഫോർ ഡെവലപ്പിംഗ് റൂറൽ മാർക്കറ്റിംഗ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ റൂറൽ മാർക്കറ്റിംഗ് ഡെവലപ്പ് ചെയ്യുന്നതിനുള്ള ആ ഒരു പൊട്ടൻഷ്യൽ, അതിന്റെ ഒരു കപ്പാസിറ്റി താഴെ പറയുന്നവയാണ്. ഒന്ന്, ലാർജ് പോപ്പുലേഷൻ. ദ മെജോറിറ്റി ഓഫ് ദ പോപ്പുലേഷൻ ഇൻ ഇന്ത്യ സ്റ്റിൽ റിസൈഡ്സ് ഇൻ വില്ലേജസ്. ഇന്ത്യയിലെ ജനസംഖ്യയുടെ നല്ലൊരു പങ്കും വില്ലേജിലാണ് താമസിക്കുന്നത്. അതായത് മേജർ ആയിട്ടുള്ള ആളുകളും റൂറൽ പീപ്പിൾ ആണ്. Therefore, the marketers find more potential in the rural areas. അതുകൊണ്ട് തന്നെ മാർക്കറ്റേഴ്സിന് റൂറൽ ഏരിയസിൽ കൂടുതൽ പൊട്ടൻഷ്യൽ കണ്ടെത്താവുന്നതാണ്. ആൻഡ് ഡയറക്ട് ദർ എഫേർട്സ് ടു പെനട്രേറ്റ് ദ റൂറൽ മാർക്കറ്റ്സ്. ആ റൂറൽ മാർക്കറ്റിലേക്ക് നുഴഞ്ഞു കയറുന്നതിന്, പെനട്രേറ്റ് ചെയ്യുന്നതിന് അവരുടെ മുഴുവൻ എഫേർട്സും എടുക്കാവുന്നതാണ്. ആ രീതിയിലേക്ക് അതിനെ ഡയറക്ട് ചെയ്യാവുന്നതാണ്. Then increased income, ഉയർന്ന വരുമാനം. The income and the purchasing power of the rural people have increased. ഇപ്പം റൂറൽ പീപ്പിളിന്റെ ഇൻകം ആണെങ്കിലും അവരുടെ പർച്ചേസിംഗ് പവർ, വാങ്ങാനുള്ള കപ്പാസിറ്റി ആണെങ്കിലും ഇപ്പം വർദ്ധിക്കുന്നുണ്ട്. ദ ഇൻക്രീസ്ഡ് ഇൻകം മോട്ടിവേറ്റ്സ് ദ അഗ്രികൾച്ചറിസ്റ്റ് ടു ഇംപ്രൂവ് ഹിസ് ലൈവ്ലിഹുഡ് ബൈ പർച്ചേസിംഗ് ഗുഡ് ക്വാളിറ്റി പ്രോഡക്ട്സ്. അപ്പൊ ഇങ്ങനെ അഗ്രികൾച്ചറലിസ്റ്റിന്റെ ഇൻകം ഒക്കെ തന്നെ കൂടിയതിന്റെ അടിസ്ഥാനത്തിൽ അത് അവര് നല്ല ക്വാളിറ്റിയുള്ള, ഗുഡ് ക്വാളിറ്റിയുള്ള ഗുഡ്സ്
പർച്ചേസ് ചെയ്തുകൊണ്ട് അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് അവരെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. The increased income, ഈ ഇൻക്രീസ്ഡ് ഇൻകം മോട്ടിവേറ്റ്സ് ദ അഗ്രികൾച്ചറിസ്റ്റിനെ മോട്ടിവേറ്റ് ചെയ്യിക്കുന്നുണ്ട് ടു ഇംപ്രൂവ് ഹിസ് ലൈവ്ലിഹുഡ്, അവരുടെ ലൈവ്ലിഹുഡ് മെച്ചപ്പെടുത്തുന്നതിന് ബൈ പർച്ചേസിങ് ഗുഡ് ക്വാളിറ്റി പ്രോഡക്ട്സ്, നല്ല ക്വാളിറ്റി ഗുഡ്സ് പർച്ചേസ് ചെയ്തുകൊണ്ട്. Thus the marketer gets an opportunity to enter into the rural market. അതുകൊണ്ട് തന്നെ മാർക്കറ്റർക്ക് എന്ത് ചെയ്യുന്നു, റൂറൽ മാർക്കറ്റിൽ എൻ്റർ ചെയ്യുന്നതിൽ നല്ലൊരു അവസരമാണ് ഉണ്ടാകുന്നത്. നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് സപ്ലൈ ചെയ്യുകയാണെങ്കിൽ അവർക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ ആ മേഖലയിൽ നിന്ന് സാധിക്കുന്നതാണ് മനസ്സിലാക്കേണ്ടത്. ദെൻ കോമ്പറ്റീഷൻ ഇൻ അർബൻ മാർക്കറ്റ്. അർബൻ മാർക്കറ്റിൽ നല്ല കോമ്പറ്റീഷനാണ് ഉള്ളത്. അത് കാരണം എന്താണെന്ന് നോക്കാം. ദർ ഈസ് എ ലോട്ട് ഓഫ് കോമ്പറ്റീഷൻ ഇൻ ദ അർബൻ മാർക്കറ്റ്. അർബൻ മാർക്കറ്റിൽ ഒത്തിരി കോമ്പറ്റീഷൻ ഉണ്ട്. അർബൻ പീപ്പിൾ ആർ വെൽ അവെയർ ഓഫ് ദ ഗുഡ്സ് ആൻഡ് സർവീസസ് ആൻഡ് ഹാവ് ക്രിയേറ്റഡ് എ ബ്രാൻഡ് ലോയൽറ്റി. അർബൻ പീപ്പിൾ ഗുഡ്സ് ആൻഡ് സർവീസസിനെ കുറിച്ച് നല്ല അറിവുള്ളവരാണ്, ആർ വെൽ അവെയർ, നല്ല ബോധമുള്ളവരാണ്. ആൻഡ് ഹാവ് ക്രിയേറ്റഡ് എ ബ്രാൻഡ് ലോയൽറ്റി, അവരെന്ത് ചെയ്യുന്നുണ്ട്, ബ്രാൻഡ് ലോയൽറ്റി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അവർ പെർട്ടിക്കുലർ ബ്രാൻഡൊക്കെ സെലക്ട് ചെയ്യുന്നവരായിരിക്കും. അപ്പോൾ therefore the marketers move to the rural market to escape from the intense competition. അതുകൊണ്ട് തന്നെ മാർക്കറ്റേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ട്, they move to rural market, റൂറൽ മാർക്കറ്റിലേക്ക് അവർ നീങ്ങിയിട്ടുണ്ട് ടു എസ്കേപ്പ് ഫ്രം ദി ഇന്റൻസ് കോമ്പറ്റീഷൻ, ഈ തീവ്രമായിട്ടുള്ള കോമ്പറ്റീഷനിൽ നിന്നും രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ട്. ആൻഡ് ഓൾസോ ടു ജനറേറ്റ് റവന്യൂ ഫ്രം ദി അൺടാപ്ഡ് ഏരിയാസ്, അൺടാപ്പ് ചെയ്യാത്ത, ഇതുവരെ ചൂഷണം ചെയ്യപ്പെടാത്ത ആ ഒരു മേഖലയിൽ നിന്നും റവന്യൂ ഉണ്ടാക്കിയെടുക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് അവരവിടേക്ക് മൂവ് ചെയ്യുന്നുണ്ട്. ദെൻ ഇംപ്രൂവ്ഡ് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ്. Today many villages are well connected with the roads and transportation facilities that enable the marketer to access the rural market and promote his goods and services. ഇന്ന് മിക്ക വില്ലേജുകളും ആർ വെൽ കണക്റ്റഡ് വിത്ത് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ്. റോഡുകളും മറ്റു യാത്രാ സൗകര്യങ്ങളാലും എല്ലാ വില്ലേജുകളും പരസ്പരം കണക്റ്റഡ് ആയിട്ടുണ്ട്. ദാറ്റ് എനേബിൾ ദ മാർക്കറ്റ് ടു ആക്സസ് ദ റൂറൽ മാർക്കറ്റ്. അപ്പൊ അതുവഴി മാർക്കറ്റർക്ക് ഇപ്പം എന്ത് ചെയ്യുന്നുണ്ട്, റൂറൽ മാർക്കറ്റ് ആക്സസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് പ്രൊമോട്ട് ഈസ് ഗുഡ്സ് ആൻഡ് സർവീസസ്, അവരുടെ ഗുഡ്സ് ആൻഡ് സർവീസസ് അവിടെ പ്രൊമോട്ട് ചെയ്യാനൊക്കെ സാധിക്കുന്നുണ്ട്. ഇങ്ങനെ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി മെച്ചപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ഒരു അവസരമാണ്. ദെൻ സാച്ചുറേറ്റഡ് അർബൻ മാർക്കറ്റ്. The urban market has reached a saturation point. അപ്പം അർബൻ മാർക്കറ്റുകളൊക്കെ ഒരു സാച്ചുറേഷൻ പോയിന്റിൽ എത്തിയിട്ടുണ്ട്. ഏകദേശം അതൊരു പൂർത്തിയാക്കപ്പെട്ട ലെവൽ, മീൻസ് ഒരു എല്ലാം കംപ്ലീറ്റഡ് ആയി, എല്ലാവരുടെ ആവശ്യങ്ങളും ഒരു പൂർത്തീകരിക്കപ്പെട്ട ഒരു ലെവലിലേക്ക്, പിന്നെ ഇനി അങ്ങോട്ടേക്ക് ഇനി ഒരു വളർച്ച കാണാൻ പറ്റാത്ത വിധത്തിലേക്ക് ആയിട്ടുണ്ട്. Therefore the marketers nowadays are moving to the rural market for capturing business. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ന് മാർക്കറ്റേഴ്സ് റൂറൽ മാർക്കറ്റിലേക്ക് പുതിയ ബിസിനസ് ക്യാപ്ചർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മൂവ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ അർബൻ മാർക്കറ്റ് സാച്ചുറേറ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളത് കൊണ്ട് തന്നെ റൂറൽ മാർക്കറ്റിലേക്ക് എല്ലാ മാർക്കറ്റേഴ്സും കോൺസെൻട്രേറ്റ് ചെയ്യുന്നു, അവിടെ കൂടുതൽ അവസരങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. സപ്പോർട്ട് ഓഫ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. Rural people are offered loans with low interest rates by cooperative banks and public sector banks. അപ്പോൾ റൂറൽ പീപ്പിളിന് ആർ ഓഫേർഡ് ലോൺസ്, അവർക്ക് ലോണുകളൊക്കെ തന്നെ ഓഫർ ചെയ്യപ്പെടുന്നുണ്ട് വിത്ത് ലോ ഇൻട്രസ്റ്റ് റേറ്റ് ബൈ കോപ്പറേറ്റീവ് ബാങ്ക്സ് ആൻഡ് പബ്ലിക് സെക്ടർ ബാങ്ക്, സഹകരണ ബാങ്കുകൾ, കോപ്പറേറ്റീവ് ബാങ്കുകൾ, അതുപോലെ പബ്ലിക് ബാങ്ക്, പൊതു ബാങ്കുകൾ, ഇവയൊക്കെ തന്നെ കുറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റിൽ ഈ റൂറൽ പീപ്പിളിന് ലോണുകൾ കൊടുക്കുന്നുണ്ട്. ദിസ് ഹെൽപ്സ് ടു ഇൻക്രീസ് ദ പർച്ചേസിംഗ് പവർ ഓഫ് റൂറൽ ഫോക്സ്. അപ്പൊ ഇത് ഗ്രാമീണ ആളുകളുടെ പർച്ചേസിംഗ് പവർ വർദ്ധിപ്പിക്കുന്നുണ്ട്. ദിസ് സിറ്റുവേഷൻ ഹെൽപ്സ് ദ മാർക്കറ്റേഴ്സ് ടു ഡു ബിസിനസ് ഇൻ റൂറൽ ഏരിയാസ്. അപ്പൊ അതുകൊണ്ട് തന്നെ റൂറൽ ഏരിയാസിൽ ബിസിനസ് ചെയ്യുന്നതിന് മാർക്കറ്റേഴ്സിനെ സഹായിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ദ ന്യൂ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ്, പുതിയ തൊഴിലവസരങ്ങൾ. ദ ഗവൺമെന്റ് ഈസ് റണ്ണിംഗ് സെവറൽ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി പ്രോഗ്രാംസ് സച്ച് ആസ് ഇന്റഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം, ട്രെയിനിങ് റൂറൽ യൂത്ത് ഫോർ സെൽഫ് എംപ്ലോയ്മെന്റ് എക്സെട്ര ടു ഇൻക്രീസ് ദി ലൈവ്ലിഹുഡ് ഓഫ് റൂറൽ പീപ്പിൾ. അതുപോലെ തന്നെ പുതിയ തൊഴിലവസരങ്ങൾ ഗവൺമെന്റ് എന്ത് ചെയ്യുന്നുണ്ട്, പുതിയ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി പ്രോഗ്രാമുകൾ നടത്തുന്നുണ്ട്. അത് ഗ്രാമീണ മേഖലയിലെ ആളുകളെ മുൻപന്തിയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് ഒത്തിരി പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. ഇതുപോലെ ഇന്റഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം, അതുപോലെ തന്നെ മറ്റൊന്നാണ് ട്രെയിനിങ് റൂറൽ യൂത്ത് ഫോർ സെൽഫ് എംപ്ലോയ്മെന്റ്, സ്വയം തൊഴിലിന് വേണ്ടിയിട്ട് റൂറൽ യൂത്തിനെ ട്രെയിൻ ചെയ്യിച്ചെടുക്കുക. അങ്ങനത്തെ ഒത്തിരി പ്രോഗ്രാമുകൾ കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ അങ്ങനെ അതിലൂടെയൊക്കെ ട്രെയിൻ ചെയ്യപ്പെട്ട് അവർ നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്. അതുവഴി അവരുടെ റൂറൽ പീപ്പിളിന്റെ ലൈവ്ലിഹുഡൊക്കെ തന്നെ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് നടത്തുന്ന പ്രോഗ്രാമുകളാണ്. അപ്പൊ ഇങ്ങനെയുള്ള അവസരങ്ങളൊക്കെ വന്നതോടുകൂടി ആളുകൾ മെച്ചപ്പെട്ടു, അവരുടെ വരുമാനം കൂടി, അപ്പൊ അവിടെ അവരുടെ പർച്ചേസിംഗ് പവർ വർദ്ധിക്കുന്നുണ്ട്. അപ്പൊ അതുവഴി കൂടുതൽ അവസരങ്ങൾ ആ ഫീൽഡിൽ ഉണ്ടെന്നാണ് പറയുന്നത്. Increasing literacy rate. In rural areas, there is great jump in literacy rate.
റൂറൽ മേഖലയിൽ ലിറ്ററസി റേറ്റിൽ സാക്ഷരതയുടെ നിലവാരം വല്ലാണ്ട് കൂടിയിട്ടുണ്ട്, മെച്ചപ്പെട്ടിട്ടുണ്ട്. ആസ് എ റിസൾട്ട് ദ ഡിമാൻഡ് ഫോർ ബോത്ത് ഫാം ആൻഡ് നോൺ ഫാം പ്രോഡക്ട്സ് ഹാസ് ബീൻ ഇൻക്രീസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫാം പ്രോഡക്റ്റുകൾക്ക് മീൻസ് അഗ്രികൾച്ചർ പ്രോഡക്റ്റ് ആണെങ്കിലും നോൺ ഫാം പ്രോഡക്ട്സിനാണെങ്കിലും ഒക്കെ ഡിമാൻഡ് വർദ്ധിച്ചിട്ടുണ്ട്. ദിസ് പ്രൊവൈഡ്സ് മോർ ഓപ്പർച്യൂണിറ്റീസ് ടു ദ മാർക്കറ്റേഴ്സ്. ഇത് മാർക്കറ്റേഴ്സിന് എന്ത് ചെയ്യുന്നുണ്ട്, കൂടുതൽ അവസരങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. Demand for branded products. In the rural India, majority of the people have identified the importance of branded products. കൂടുതൽ ആളുകളും ബ്രാൻഡഡ് പ്രോഡക്ട്സിന്റെ പ്രാധാന്യം എന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. മാനുഫാക്ചേഴ്സ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഓഫ് ബ്രാൻഡഡ് പ്രോഡക്ട്സ് ഹാവ് ഡെവലപ്ഡ് ഇന്നോവേറ്റീവ് മോഡൽസ്. ഇപ്പം മാനുഫാക്ചേഴ്സും ബ്രാൻഡഡ് പ്രോഡക്ട്സിന്റെ മാനുഫാക്ചേഴ്സ്, ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഇവരെല്ലാം തന്നെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പുതിയ പുതിയ മോഡലുകൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ഫോർ ബ്രിങ്ങിങ് ദ ബ്രാൻഡഡ് പ്രോഡക്ട്സ് ഓൺ ദ ഷെൽഫ്സ് ഓഫ് റീറ്റെയിലേഴ്സിന്റെ ഷെൽഫ്സിലേക്ക് പിന്നെ ബ്രാൻഡഡ് പ്രോഡക്ട്സ് കൊണ്ടുവരുന്നതിന് മീൻസ് സെയിൽസിന് വേണ്ടിയിട്ട് റീറ്റെയിലേഴ്സിന്റെ അടുത്തേക്ക് പുതിയ തരം പ്രോഡക്ട്സുകൾ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. These efforts makes the branded products sufficiently available to the consumers in villages. അപ്പോൾ ഇത്തരം എഫേർട്സ് മാർക്കറ്റേഴ്സിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നതുകൊണ്ട് തന്നെ ബ്രാൻഡഡ് പ്രോഡക്ട്സ് വേണ്ടത്ര വില്ലേജസിലെ കൺസ്യൂമേഴ്സിന് ലഭ്യമാകുന്നുണ്ട്. Then government policies. Nowadays, government is taking liberal policy for promoting rural markets. ഗ്രാമീണ മാർക്കറ്റിനെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇന്നത്തെ കാലത്ത് ഗവൺമെന്റ് എന്ത് ചെയ്യുന്നുണ്ട്, വളരെ ലിബറൽ ആയിട്ടുള്ള വളരെ ഉദാരമായിട്ടുള്ള നയമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ടാക്സ് എക്സംഷൻസ്, കൺസെഷൻസ്. ടാക്സ് എക്സംഷൻസ് എന്ന് പറയുമ്പോൾ റൂറൽ ഏരിയയിൽ ഒരു ബിസിനസ് സ്ഥാപനം മറ്റോ സ്ഥാപിച്ചു കഴിഞ്ഞാൽ അവർക്ക് കുറച്ച് കാലത്തേക്ക് ടാക്സിൽ ഇളവ് കൊടുക്കുകയോ അല്ലെങ്കിൽ കുറച്ച് കാലത്തേക്ക് ടാക്സ് പേ ചെയ്യേണ്ടി വരാതിരിക്കുകയോ അത് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കുറേ കണ്ടീഷൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ടാക്സ് എക്സംഷൻസ്, കൺസെഷനുകൾ, സബ്സിഡി കിട്ടുക, ഇൻസെന്റീവ്സ് കിട്ടുക, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ബിസിനസ് സ്ഥാപനങ്ങൾക്കൊക്കെ ഓഫർ ചെയ്തിട്ടുണ്ട്. ആർ ഓഫേർഡ് ഫോർ പ്രൊമോട്ടിംഗ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ റൂറൽ ഏരിയാസ്. ഗ്രാമീണ മേഖലകളിൽ നിക്ഷേപം വർദ്ധിപ്പിക്കുന്നതിന് മീൻസ് അവിടെ പുതിയ ബിസിനസ് സ്ഥാപനങ്ങളും മറ്റുമൊക്കെ തന്നെ സ്ഥാപിക്കുന്നതിന് രൂപീകരിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള നയങ്ങൾ ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ആ ഗ്രാമീണ മേഖലയെ വികസിപ്പിച്ചു കൊണ്ടുവരുന്നു, ആ മാർക്കറ്റിനെ ഡെവലപ്പ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ദെൻ ഇമ്പോർട്ടൻസ് ഓഫ് റൂറൽ മാർക്കറ്റിംഗ്. നമ്മളിതിന്റെ പൊട്ടൻഷ്യൽസ് പറഞ്ഞു, അതിന്റെ സാധ്യതകൾ പറഞ്ഞു. അതന്നെയാണ് ഒരു തലക്ക് നോക്കുകയാണെങ്കിൽ അതിന്റെ ഇമ്പോർട്ടൻസ്. അപ്പൊ അവയെ നമുക്ക് ഇമ്പോർട്ടൻസ് ആയിട്ട് പരിഗണിക്കാവുന്നതന്നെ ഉള്ളൂ, അതേ രീതിയിൽ എഴുതാവുന്നത് തന്നെ ഉള്ളൂ. എന്നാലും നമ്മൾ ഇമ്പോർട്ടൻസ് ആയിട്ട് കുറച്ച് പോയിന്റ്സും കൂടെ പറയുന്നു. നേരത്തെ പറഞ്ഞതിലുള്ള കുറെ പോയിന്റ്സ് കൂടെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടാവാം. അപ്പൊ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തീർക്കാം. The growth and development of rural marketing contribute to overall prosperity and welfare of the nation. അപ്പം ഈ റൂറൽ മാർക്കറ്റിങ്ങിന്റെ ഗ്രോത്ത്, അതിന്റെ ഡെവലപ്മെന്റ് നമ്മുടെ രാജ്യത്തിന്റെ മൊത്തത്തിലുള്ള വളർച്ചയ്ക്കും വെൽഫെയറിലൊക്കെ ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ദ കോൺട്രിബ്യൂഷൻസ് ഓഫ് റൂറൽ മാർക്കറ്റിംഗ് ആർ ദി ഫോളോവിങ്. അപ്പം ഈ റൂറൽ മാർക്കറ്റിങ്ങിന്റെ കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാ നോക്കാം, അതിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്, അതിന്റെ റെലവൻസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. Reduced burden on urban population due to increase in infrastructure in rural areas. Rural area infrastructure മെച്ചപ്പെട്ടത് കാരണം there is improved availability of goods and services in such areas. അത്തരം മേഖലകൾ, ഗ്രാമീണ മേഖലകൾ ഇഷ്ടം പോലെ ഗുഡ്സ് ആൻഡ് സർവീസസ് നമുക്ക് ലഭ്യമാകുന്നുണ്ട്. ബിക്കോസ് ഓഫ് ദസ് ദ മൂവ്മെന്റ് ഓഫ് പോപ്പുലേഷൻ ഫ്രം റൂറൽ ടു അർബൻ ഏരിയ ഹാസ് ബീൻ റെഡ്യൂസ്ഡ്. അപ്പൊ അതുവഴി ഈ റൂറൽ ഏരിയയിൽ നിന്നും അർബൻ ഏരിയയിലേക്ക് ആളുകൾ കുടിയേറി പാർക്കുന്ന അതിലേക്കുള്ള മൂവ്മെന്റ് ഒരുപാട് റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ദിസ് റിസൾട്ട് ഇൻ റെഡ്യൂസ്ഡ് ബർഡൻ ഓൺ അർബൻ പോപ്പുലേഷൻ. അപ്പൊ അതുകൊണ്ട് തന്നെ അർബൻ പോപ്പുലേഷന്റെ ഭാരം ഇത് റെഡ്യൂസ് ചെയ്യുന്നതിന് സഹായിച്ചിട്ടുണ്ട്. മീൻസ് അർബൻ ജനതയിൽ അവിടേക്ക് ഇങ്ങനെ ആളുകൾ വല്ലാണ്ട് വന്നു ചേരുന്നതുകൊണ്ട് അവിടെ എല്ലാം വളരെ ടൈറ്റ് ആകുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാവുക, ശ്വാസം മുട്ടുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാവുക. ഇപ്പൊ റൂറൽ മേഖലയ്ക്ക് തന്നെ എല്ലാ സൗകര്യങ്ങളും എത്തിപ്പെടുന്നതോടുകൂടി റൂറൽ മേഖലയിൽ നിന്നും അങ്ങോട്ടേക്ക് ആളുകളുടെ മൂവ്മെന്റ് കുറഞ്ഞതുകൊണ്ട് അർബൻ പോപ്പുലേഷനിൽ ആ ഭാരം ഒന്ന് കുറയാൻ സഹായിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. Then rapid economic growth. Marketing acts as a catalyst for economic growth. നമ്മുടെ സാമ്പത്തിക വളർച്ചയുടെ ഒരു ഉൾപ്രേരകമായിട്ട്, ഒരു കെറ്റലിസ്റ്റ് ആയിട്ട് മാർക്കറ്റിംഗ് ആക്ട് ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ എക്കണോമിക് ഗ്രോത്തിന് സഹായിക്കുന്ന ഒന്നാണ് മാർക്കറ്റിംഗ്. ദർ എക്സിസ്റ്റ് മോർ അട്രാക്റ്റീവ് ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ റൂറൽ ഏരിയാസ്. റൂറൽ ഏരിയയിൽ ഒത്തിരി അട്രാക്റ്റീവ് ആയിട്ടുള്ള ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് നിലനിൽക്കുന്നുണ്ട്. ബിക്കോസ് ഓഫ് ഡെവലപ്മെന്റ് ഓഫ് മോർ ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റീസ്. ഈ കൂടുതലായിട്ട് ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റീസ് അവിടെ ഡെവലപ്പ് ചെയ്തത് കാരണം അവിടെ കൂടുതൽ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ദിസ് റിസൾട്ടഡ് ഇൻ റാപ്പിഡ് എക്കണോമിക് ഗ്രോത്ത്. അപ്പൊ അതിന്റെ ഫലമായിട്ട് നമുക്ക് വളരെ വേഗത്തിലുള്ള ഇക്കണോമിക് ഗ്രോത്തിന് ഇപ്പം അത് കാരണമാക്കിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ദെൻ
employment generation. At present, nearly 70% of the total Indian population feeds on agricultural activities in rural areas. അപ്പം ഇപ്പൊ നിലവില് ഇന്ത്യയിലെ 70% പോപ്പുലേഷനും അവർ ഫീഡ് ചെയ്യപ്പെടുന്നത്, അവര് ഭക്ഷണം കഴിച്ചു പോകുന്നത്, ജീവിച്ചു പോകുന്നത് റൂറൽ ഏരിയയിൽ നിന്നുള്ള അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസിൽ നിന്നുമാണ്. അപ്പൊ അതുകൊണ്ട് അത്രയും വർക്കുകൾ അല്ലെങ്കിൽ അത്രയും ജോലി തൊഴിലവസരങ്ങളും റൂറൽ ഏരിയയിൽ ഉണ്ടെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സോ റൂറൽ മാർക്കറ്റിംഗ് ക്യാൻ ജനറേറ്റ് മോർ അട്രാക്റ്റീവ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ടു റൂറൽ ആൻഡ് അർബൻ പീപ്പിൾ. അപ്പൊ അതുകൊണ്ട് തന്നെ റൂറൽ പീപ്പിളിനാണെങ്കിലും അർബൻ പീപ്പിളിനാണെങ്കിലും കൂടുതൽ ആകർഷകമായിട്ടുള്ള എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ്, തൊഴിലവസരങ്ങൾ ഈ റൂറൽ മാർക്കറ്റിംഗിന് ജനറേറ്റ് ചെയ്യാൻ കഴിയും, അതിനുണ്ടാക്കാൻ കഴിയും എന്നാണ് പറയുന്നത്. Then improved living standard. Due to rural marketing system കാരണം rural buyers can easily access needed standard goods and services at fair prices. റൂറൽ മാർക്കറ്റിംഗ് നന്നായിട്ട് നടക്കുന്നതുകൊണ്ട് അവിടെ നല്ല രീതിയിലുള്ള ക്വാളിറ്റി പ്രോഡക്റ്റുകളും മറ്റും അവൈലബിൾ ആയിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ ന്യായമായ വിലയ്ക്ക് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഗുഡ്സ് ആൻഡ് സർവീസസ് വാങ്ങിക്കുന്നതിന് റൂറൽ പീപ്പിളിന് സാധിക്കുന്നു. ഇറ്റ് ക്യാൻ ഡയറക്ട്ലി ഇംപ്രൂവ് ലിവിംഗ് സ്റ്റാൻഡേർഡ് ഓഫ് റൂറൽ പീപ്പിൾ. അപ്പോൾ ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റും മറ്റുമൊക്കെ തന്നെ ഇഷ്ടംപോലെ ലഭ്യമാകുമ്പോൾ അത് റൂറൽ പീപ്പിളിന്റെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുമെന്നാണ് പറയുന്നത്. ദെൻ ഡെവലപ്മെന്റ് ഓഫ് അഗ്രോ ബേസ്ഡ് ഇൻഡസ്ട്രീസ്, അതായത് ഈ അഗ്രികൾച്ചറൽ പ്രോഡക്റ്റിനെ ബേസ് ചെയ്ത് പ്രവർത്തിക്കുന്ന വ്യവസായങ്ങളുണ്ടല്ലോ, അപ്പൊ അത് പ്രോസസ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുന്ന ഇൻഡസ്ട്രീസിന്റെ ഡെവലപ്മെന്റിന് ഇത് സഹായിക്കുന്നു എന്നാണ് പറയുന്നത്. റൂറൽ മാർക്കറ്റിംഗ് ലീഡ്സ് ടു സെറ്റപ്പ് അഗ്രോ ബേസ്ഡ് പ്രോസസ്സിംഗ് ഇൻഡസ്ട്രീസ്. അഗ്രോ ബേസ്ഡ് ആയിട്ടുള്ള അഗ്രികൾച്ചറൽ പ്രോഡക്റ്റിനെ ബേസ് ചെയ്തിട്ട് അതിനെ പ്രോസസ് ചെയ്യുന്ന ഇൻഡസ്ട്രീസ് സ്ഥാപിക്കപ്പെടുന്നതിന് സഹായകമാക്കുന്നു. ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, സിറൽസ്, പൾസ് എക്സെട്ര ആർ യൂസ്ഡ് ആസ് റോ മെറ്റീരിയൽസ്. അപ്പൊ ഇത്തരം ഇൻഡസ്ട്രീസിൽ എന്തായിരിക്കും റോ മെറ്റീരിയൽ ആയിട്ട് ഉപയോഗിക്കുക? ഫ്രൂട്ട്സും വെജിറ്റബിൾസും അങ്ങനെയുള്ളതായിരിക്കും. അപ്പൊ അത്തരം റോ മെറ്റീരിയൽസ് ഇഷ്ടംപോലെ അവൈലബിൾ ആകുന്ന റൂറൽ മേഖലയിലാണ്. അവിടെ അത്തരം സ്ഥാപനങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പം അത് എല്ലാവർക്കും ഒരുപോലെ ഗുണകരമാവും. റോ മെറ്റീരിയൽസ് അവർക്ക് പെട്ടെന്ന് ലഭ്യമാവുകയും ചെയ്യും. അതോടൊപ്പം തന്നെ ഫാർമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇഷ്ടം പോലെ പ്രോഫിറ്റ് ഉണ്ടാക്കാനും അവർ ഉണ്ടാക്കിയ പ്രോഡക്റ്റ് അവരുടെ അഗ്രികൾച്ചറൽ പ്രോഡക്റ്റുകൾ വളരെ പെട്ടെന്ന് അവർക്ക് സെയിൽ ചെയ്യാനൊക്കെ സാധിക്കുന്നുള്ളതാണ്. സച്ച് ഇൻഡസ്ട്രീസ് ക്യാൻ ഇംപ്രൂവ് ഫാർമേഴ്സ് പ്രോഫിറ്റ് മാർജിൻ. അത് ഫാർമേഴ്സിന്റെ പ്രോഫിറ്റ് മാർജിൻ കൂട്ടും. ആൻഡ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ്, തൊഴിലവസരങ്ങളും കൂട്ടും. ഇത്തരം സ്ഥാപനങ്ങൾ വരുമ്പോൾ അവിടെ വർക്ക് ചെയ്യാൻ അവിടെ ജോലി അവസരങ്ങൾ ഉണ്ടായിരിക്കും. പിന്നെ ഇത്തരം പ്രോഡക്റ്റുകൾ വൻതോതിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഒരു സിസ്റ്റം, ഡിസ്ട്രിബ്യൂഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും. അങ്ങനത്തെ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് വർദ്ധിപ്പിക്കുന്നതാണ് പറയുന്നത്. ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റൂറൽ റിസോഴ്സസ്, ഗ്രാമീണ വിഭവങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നതിന്. There are unlimited business opportunities in rural areas. ഗ്രാമീണ മേഖലയിൽ പരിധിയില്ലാത്ത വിധം അൺലിമിറ്റഡ് ആയിട്ടുള്ള ബിസിനസ് അവസരങ്ങളുണ്ട്. ഡ്യൂ ടു റൂറൽ മാർക്കറ്റിംഗ് കാരണം അല്ലെങ്കിൽ അതിലൂടെ അൺടാപ്ഡ് ആൻഡ് അണ്ടർ യൂട്ടിലൈസ്ഡ് റിസോഴ്സസ്, ഇതുവരെ ടാപ്പ് ചെയ്യാത്ത, ഉപയോഗപ്പെടുത്താത്ത അല്ലെങ്കിൽ അണ്ടർ യൂട്ടിലൈസ്ഡ്, കുറച്ച് മാത്രം ഉപയോഗപ്പെടുത്തിയിട്ടുള്ള റിസോഴ്സസ് ക്യാൻ ബി യൂട്ടിലൈസ്ഡ് അറ്റ് ഒപ്റ്റിമം ലെവൽ, ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. അതിന് റൂറൽ മാർക്കറ്റിംഗ് സഹായിക്കുന്നുണ്ട്. ഇറ്റ് ക്യാൻ ഫർദർ ആക്സിലറേറ്റ് ദ ഓവറോൾ എക്കണോമിക് ഗ്രോത്ത്. അപ്പൊ ഇതിലൂടെ ഇത് രാജ്യത്തിന്റെ തന്നെ മൊത്തത്തിലുള്ള എക്കണോമിക് ഗ്രോത്ത് മെച്ചപ്പെടുത്തുന്നതിന് സഹായിക്കും കൂടി ചെയ്യുന്നുണ്ട്. ദെൻ ഈസി മാർക്കറ്റബിലിറ്റി ഓഫ് അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസേഴ്സ്, അഗ്രികൾച്ചറൽ ഉൽപ്പന്നങ്ങൾ വളരെ ഈസി ആയിട്ട് മാർക്കറ്റ് ചെയ്യാൻ സാധിക്കുന്നു. പലപ്പോഴും അഗ്രികൾച്ചറൽ ഉൽപ്പന്നങ്ങൾ ഫാർമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർ വൻതോതിൽ പ്രൊഡ്യൂസ് ചെയ്യും. പക്ഷെ അത് പലപ്പോഴും അവർക്ക് ട്രേഡ് ചെയ്യാനോ മറ്റോ കഴിയാതെ കുറെ നശിച്ചു പോകും. അങ്ങനെ അവരെപ്പോഴും നഷ്ടത്തിലാവുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. പക്ഷെ റൂറൽ മാർക്കറ്റിങ്ങോട് കൂടി അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസേഴ്സ് അവർക്ക് ഈസി ആയിട്ട് മാർക്കറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഗ്രോത്ത് ഓഫ് റൂറൽ മാർക്കറ്റിംഗ് ഇംപ്രൂവ്സ്, റൂറൽ മാർക്കറ്റിംഗിന്റെ വളർച്ച ഇംപ്രൂവ്സ് ദ ഹോൾ മാർക്കറ്റിംഗ് സിസ്റ്റം ഇൻ ദ കൺട്രി, രാജ്യത്തെ തന്നെ മുഴുവൻ മാർക്കറ്റിംഗ് സിസ്റ്റത്തെയും മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ആർ അവൈലബിൾ ടു ഫാർമേഴ്സ് ആൻഡ് ലോക്കൽ പ്രൊഡ്യൂസേഴ്സ് ടു മാർക്കറ്റ് ദയർ പ്രോഡക്ട്സ്. ഇപ്പം നമ്മുടെ ഫാർമേഴ്സിനാണെങ്കിലും അല്ലെങ്കിൽ പ്രാദേശികമായിട്ടുള്ള ഉൽപാദകർക്കാണെങ്കിലും അവരുടെ പ്രോഡക്ട്സ് മാർക്കറ്റ് ചെയ്യുന്നതിന് ഇപ്പോൾ ഒത്തിരി ഓപ്ഷൻസ്, പല വഴികൾ, മൾട്ടിപ്പിൾ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ബിഗ് ഡൊമസ്റ്റിക് കോർപ്പറേറ്റ് ഹൗസസ് ബൈ അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ്, അതുപോലെ തന്നെ വലിയ ഡൊമസ്റ്റിക് ആയിട്ടുള്ള കോർപ്പറേറ്റ് ഹൗസസ്, വലിയ ബിസിനസ് സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ് നേരിട്ട് വാങ്ങിക്കാൻ കഴിയുന്നുണ്ട് ഫ്രം വില്ലേജുകളിൽ നിന്നും ത്രൂ ദെയർ ഓൺ ഏജൻസ്, അവരുടെ ഏജൻസ് വഴി അവർക്കത് കളക്ട് ചെയ്യാനൊക്കെ ഇപ്പോൾ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസേഴ്സ് വളരെ ഈസി ആയിട്ട് മാർക്കറ്റ് ചെയ്യാൻ സാധിക്കുന്നു. ദെൻ ഇംപ്രൂവ്ഡ് റൂറൽ ഇൻഫ്രാസ്ട്രക്ചേഴ്സ്,
റൂറൽ മാർക്കറ്റിംഗ് ആൻഡ് ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ ഗോ ഹാൻഡ് ടു ഹാൻഡ്. റൂറൽ മാർക്കറ്റിംഗും ബേസിക് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറും ഇപ്പോൾ ഒരുമിച്ച് അങ്ങനെ ആണ് പോകുന്നത്. ഡ്യൂ ടു അവൈലബിലിറ്റി ഓഫ് ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ്, ബേസിക് ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റിയുടെ ലഭ്യത കാരണം ബിസിനസ് യൂണിറ്റ് ക്യാൻ ഈസിലി റീച്ച് ദ ടാർഗറ്റ് റൂറൽ ബയേഴ്സ്. അപ്പം ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റി മെച്ചപ്പെട്ടതോടുകൂടി അല്ലെങ്കിൽ അതുള്ളതോടുകൂടി ബിസിനസ് യൂണിറ്റുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവർ ലക്ഷ്യം വെക്കുന്ന ആ ടാർഗറ്റ് റൂറൽ ബയേഴ്സ്, ഗ്രാമീണ ഉപഭോക്താക്കൾ ആരാണോ അവരിലേക്ക് റീച്ച് ചെയ്യാൻ സാധിക്കും. നേരത്തെ പലപ്പോഴും ഗ്രാമപ്രദേശങ്ങളിലേക്ക് എത്തിപ്പെടാത്തതിന്റെ കാര്യം എന്ന് പറയുന്നത് ഈ ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റീസ്, അതിനകത്തെല്ലാം വരും. ട്രാൻസ്പോർട്ടേഷൻ ആണെങ്കിലും കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വരും. അതിന്റെയൊക്കെ തന്നെ അഭാവമായിരുന്നു. അത് കുറെ മെച്ചപ്പെട്ടു എന്നുള്ളത് കൊണ്ട് അവരിലേക്ക് റീച്ച് ചെയ്യാൻ പറ്റുന്നു എന്നാണ് പറയുന്നത്. ദെൻ പ്രൈസ് stability. Marketing results into better transportation, warehousing and communication facilities. Marketing ന്റെ ഫലമായിട്ട് നല്ല ട്രാൻസ്പോർട്ടേഷൻ, വെയർഹൌസിംഗ്, കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റി ഒക്കെ ഉണ്ടായിട്ടുണ്ട്. Because of this, the gap between demand and supply can be reduced, resulting into price stabilization. ഇത് കാരണം ഈ ഒരു ഡിമാൻഡിന്റെയും സപ്ലൈന്റെയും ഇടയിലുള്ള ഗ്യാപ്പ് ഒരുപാട് റെഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഫലമായിട്ട് പ്രൈസ് സ്റ്റെബിലൈസേഷൻ നിലവിലുള്ളതായിട്ട് നമുക്ക് കാണാവുന്നതാണ്. ഡിമാൻഡ് ഉണ്ടാകുമ്പോൾ സപ്ലൈ ഇല്ല, സപ്ലൈ ഉണ്ടാകുമ്പോൾ ഡിമാൻഡ് ഇല്ല, അങ്ങനെ ആകുമ്പോൾ പ്രൈസിന് സ്റ്റെബിലിറ്റി ഉണ്ടാവില്ല. ഇപ്പം ഇതൊക്കെ തന്നെ മെച്ചപ്പെട്ടു. കൃത്യമായിട്ട് സ്റ്റോർ ചെയ്യാനും വേണ്ട സമയത്ത് എത്തിക്കാനും എല്ലാം സാധിക്കുന്നതുകൊണ്ട് തന്നെ ഇവയ്ക്കിടയിലുള്ള ഗ്യാപ്പ്, ഡിമാൻഡിന്റെയും സപ്ലൈന്റെയും ഇടയിലുള്ള ഗ്യാപ്പ് മാറ്റപ്പെട്ടു. അതുകൊണ്ട് തന്നെ പ്രൈസിന് എപ്പോഴും ഒരു സ്ഥിരത ഉണ്ടാകുന്നുണ്ട് റൂറൽ മാർക്കറ്റിങ്ങിലൂടെ. ദെൻ ക്വാളിറ്റി ഓഫ് ലൈഫ്. മാർക്കറ്റിംഗ് ആൻഡ് റിഫൈൻ എൻ്റർ ലിവിംഗ് സ്റ്റൈൽ ആൻഡ് സിസ്റ്റം. മാർക്കറ്റിംഗ് മുഴുവൻ ജീവിത രീതികളെയും ലിവിംഗ് സ്റ്റൈലിനെയും സിസ്റ്റത്തിനെയും ഒക്കെ തന്നെ റിഫൈൻ ചെയ്യും. ബെറ്റർ ക്വാളിറ്റി പ്രോഡക്ട്സ് അറ്റ് റീസണബിൾ പ്രൈസ്, ഇംപ്രൂവ്ഡ് ഇൻകം ലെവൽ, അവൈലബിലിറ്റി ഓഫ് ഫെസിലിറ്റീസ് എക്സെട്ര ഹാവ് ഡയറക്റ്റ് പോസിറ്റീവ് ഇമ്പാക്ട് ഓൺ ക്വാളിറ്റി ഓഫ് ലൈഫ്. അപ്പൊ നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് ന്യായമായ വിലയ്ക്ക്, ബെറ്റർ ക്വാളിറ്റി പ്രോഡക്ട്സ് അറ്റ് റീസണബിൾ പ്രൈസ് കിട്ടും, അങ്ങനെ ലഭ്യമാകുന്നത്. അതുപോലെ ഇംപ്രൂവ്ഡ് ഇൻകം ലെവൽ, മെച്ചപ്പെട്ട വരുമാന ലെവല് അല്ലെ, ഇൻകം ലെവല്. കാരണം എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി കാര്യങ്ങളൊക്കെ കൂടി, നമ്മൾ നേരത്തെ കുറെ കാര്യങ്ങൾ പറഞ്ഞു, അതിലൂടെയൊക്കെ ഇൻകം ലെവൽ മെച്ചപ്പെടും. അവൈലബിലിറ്റി ഓഫ് ഫെസിലിറ്റീസ്, എല്ലാ ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റീസ് മറ്റൊക്കെ ലഭ്യമാകുക, എക്സെട്ര. ഇതെല്ലാം വരുമ്പം ഹാവ് ഡയറക്റ്റ് പോസിറ്റീവ് ഇമ്പാക്ട് ഓൺ ക്വാളിറ്റി ഓഫ് ലൈഫ്. അതൊക്കെ വരുമ്പം ജീവിതത്തിന്റെ ക്വാളിറ്റിയിൽ അതൊരു പോസിറ്റീവ് ഇമ്പാക്ട് ആണ് ഉണ്ടാക്കുക. അതായത് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് മെച്ചപ്പെടും, ജീവിത നിലവാരം മെച്ചപ്പെടും റൂറൽ പീപ്പിളിന്റെയും കൂടെ എന്നാണ് പറയുന്നത്. ദെൻ റിഡക്ഷൻ ഇൻ ക്രൈം. പിന്നെ തെറ്റുകുറ്റങ്ങൾ, ക്രൈമിൽ ഒരുപാട് റിഡക്ഷൻ സംഭവിച്ചു. ഡ്യൂ ടു ഇംപ്രൂവ്ഡ് ക്വാളിറ്റി ഓഫ് ലൈഫ്, ലൈഫിന്റെ ക്വാളിറ്റി മെച്ചപ്പെട്ടത് കാരണം ദ ലെവൽ ഓഫ് ക്രൈം റെഡ്യൂസസ്. ക്രൈമിന്റെ കുറ്റകൃത്യങ്ങളുടെ ലെവല് തോത് കുറഞ്ഞിട്ടുണ്ട്. ദിസ് ഈസ് ദ മേജർ കോൺട്രിബ്യൂഷൻ ടു ദ നാഷൻ. അത് രാജ്യത്തിന് തന്നെയുള്ള വലിയൊരു കോൺട്രിബ്യൂഷൻ ആണ്. ദെൻ ബാലൻസ്ഡ് ഇൻഡസ്ട്രിയൽ ഗ്രോത്ത്. പിന്നെ ബാലൻസ്ഡ് ആയിട്ടുള്ള വ്യാവസായിക വളർച്ച. ദ ഗ്യാപ്പ് ബിറ്റ്വീൻ റൂറൽ ആൻഡ് അർബൻ ഡെവലപ്മെന്റ് ക്യാൻ ബി റെഡ്യൂസ്ഡ് ഗ്രാജുവലി. അർബൻ ഏരിയ എപ്പോഴും ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക, റൂറൽ ഏരിയ എപ്പോഴും താഴെ. അങ്ങനെ രണ്ട് തട്ടിലാണ് നമ്മുടെ രാജ്യത്തെ മാർക്കറ്റ് ഇരിക്കുന്നത്. പക്ഷെ അത് ഇപ്പം ഈ റൂറൽ മാർക്കറ്റിംഗ് ഒക്കെ വന്നതോടുകൂടി അങ്ങനെയുള്ളൊരു ഗ്യാപ്പ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. റൂറൽ ആൻഡ് അർബൻ ഡെവലപ്മെന്റ് ഒരുപോലെയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ഗ്യാപ്പ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. റൂറൽ ഡെവലപ്മെന്റ് ഇംപ്രൂവ്സ് റൂറൽ ലൈഫ് ആൻഡ് റെഡ്യൂസസ് പ്രഷർ ഓൺ അർബൻ ലൈഫ്. റൂറൽ ഡെവലപ്മെന്റ് റൂറൽ ലൈഫ് മെച്ചപ്പെടുത്തിയിട്ടുണ്ട്, അത് അർബൻ ലൈഫിൽ മേലുള്ള പ്രഷർ കുറച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഒരു പോയിന്റ് പറഞ്ഞു, അർബൻ ഏരിയയിലേക്കുള്ള ആളുകളുടെ മൂവ്മെന്റ് കുറയും, അപ്പൊ അവിടെയുള്ള ഒരു റഷ് കുറയും, പ്രഷർ കുറയും. അപ്പൊ അത്രയാണ് നമുക്ക് ഇതുകൊണ്ടുള്ള ഗുണങ്ങള്, ഇമ്പോർട്ടൻസ് എന്ന് പറയാനുള്ളത്. ദെൻ ചലഞ്ചസ്, പ്രോബ്ലംസ് ഫേസ്ഡ് ഇൻ റൂറൽ മാർക്കറ്റിംഗ്. റൂറൽ മാർക്കറ്റിംഗിൽ അഭിമുഖീകരിക്കപ്പെടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ്, പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് പറയുന്നത്. ഇതൊക്കെ നമ്മുടെ സിലബസിനകത്ത് പ്രത്യേകം എടുത്തു പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ലാക്ക് ഓഫ് പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ. മോഡേൺ മീൻസ് ഓഫ് ഫാസ്റ്റ് കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റി ഈസ് ഗെറ്റ് ടു റീച്ച് അവർ വില്ലേജസ്. ഇപ്പൊ മോഡേൺ മീൻസ് ഓഫ് ഫാസ്റ്റ് കമ്മ്യൂണിക്കേഷൻ, വളരെ വേഗത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളൊന്നും ഇപ്പോഴും നമ്മുടെ പല ഗ്രാമീണ മേഖലകളിലേക്കും എത്തിയിട്ടില്ല, അത്തരം സൗകര്യങ്ങൾ ആയിട്ടില്ല. മോസ്റ്റ് വില്ലേജസ് ഇൻ ദ കൺട്രി ആർ ഇൻആക്സസിബിൾ ഡ്യൂറിംഗ് മൺസൂൺസ്. പല ഗ്രാമങ്ങളും മൺസൂൺ സീസണുകളിലൊക്കെ നമുക്ക് എത്തിപ്പെടാൻ പറ്റാറില്ല, നമുക്ക് അവരെ ആക്സസ് ചെയ്യാൻ പറ്റാറില്ല. ഹെൻസ് മാർക്കറ്റർ കനോട്ട് ഈസിലി കോൺടാക്ട് ഓർ കമ്മ്യൂണിക്കേറ്റ് വിത്ത് റൂറൽ ഫോക്ക്. അപ്പൊ അതുകൊണ്ട് തന്നെ മാർക്കറ്റർക്ക് പലപ്പോഴും ഗ്രാമീണ ആളുകളുമായിട്ട് വളരെ ഈസി ആയിട്ട് കോൺടാക്ട് ചെയ്യാനോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ ഒന്നും സാധിക്കാറില്ല എന്നുള്ളതാണ് ഇവിടുത്തെ വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത്.
ശരിയായ കമ്മ്യൂണിക്കേഷന്റെ അഭാവം ഉണ്ടായിട്ടുണ്ട്. ദ ലോ ലെവൽ ഓഫ് ലിറ്ററസി, കുറഞ്ഞ തോതിലുള്ള സാക്ഷരത. മോസ്റ്റ് ഓഫ് ദി വില്ലേജസ് ആർ സ്റ്റിൽ ഇല്ലിറ്ററേറ്റ് and therefore it is very difficult to convince them of the utility of a product. ഒട്ടുമിക്ക വില്ലേജേഴ്സും ഇപ്പോഴും ഇല്ലിറ്ററേറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട്, ഇത് വളരെ ബുദ്ധിമുട്ടാണ് ടു കൺവിൻസ് ദം ഓഫ് ദി യൂട്ടിലിറ്റി ഓഫ് എ പ്രോഡക്റ്റ്. ഒരു പ്രോഡക്റ്റിന്റെ ഉപയുക്തത എന്താണെന്ന് അവരെ ബോധ്യപ്പെടുത്താൻ ബുദ്ധിമുട്ടാണ്. അത് എഴുതി കാണിക്കാനോ നോട്ടീസ് അങ്ങനെ വായിക്കാനോ മനസ്സിലാക്കാനൊന്നും അവർക്ക് പറ്റാത്തതുകൊണ്ട് അപ്പൊ അങ്ങനെ അതിന്റെ ഉപയുക്തതയൊന്നും പറഞ്ഞു കൊടുക്കാനൊന്നും പലപ്പോഴും പറ്റില്ല. അഡ്വർടൈസ്മെന്റ് ത്രൂ പ്രിന്റ് മീഡിയ ഈസ് ഓഫ് ലിറ്റിൽ യൂസ് ഇൻ റൂറൽ ഏരിയാസ്. പ്രിന്റ് മീഡിയ മീൻസ് പത്ര മാധ്യമങ്ങളിലൂടെ അല്ലെങ്കിൽ മാസിക ഇങ്ങനെയുള്ളതിലൂടെയൊക്കെയുള്ള അഡ്വർടൈസ്മെന്റ് ഒന്നും പ്രത്യേകിച്ച് അവിടെ ഒരു ഉപയോഗമില്ല. കാരണം അവർ എഴുതാനോ വായിക്കാനോ ഒക്കെ അറിയാൻ പറ്റാത്തതുകൊണ്ട് അവരത് ഉപയോഗിക്കൊന്നുമില്ല, അവർക്ക് മനസ്സിലാവില്ല. അപ്പൊ അങ്ങനെയുള്ളതിന്റെയൊക്കെ ബുദ്ധിമുട്ട് നന്നായിട്ട് ഉണ്ട്. ദെൻ ഡിസ്ട്രിബ്യൂഷൻ പ്രോബ്ലം, വിതരണ പ്രശ്നങ്ങൾ. സപ്ലൈ ഓഫ് ഗുഡ്സ് ബിക്കം ഡിഫിക്കൽട്ട് ഇൻ റൂറൽ ഏരിയാസ്. ഗ്രാമീണ മേഖലയിൽ ഗുഡ്സിന്റെ വിതരണം എന്ന് പറയുന്ന ബുദ്ധിമുട്ടാണ്. റീറ്റെയിലേഴ്സ് സെർവിംഗ് ആസ് ഡിസ്ട്രിബ്യൂഷൻ ഔട്ട്ലെറ്റ് ഇൻ ദ വില്ലേജസ് ആർ അൺഏബിൾ ടു സ്റ്റോക്ക് ഗുഡ്സ് ഡ്യൂ ടു ഇനാഡിക്വേറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. അപ്പൊ നമ്മള് വില്ലേജുകളിലുള്ള ഡിസ്ട്രിബ്യൂഷൻ ഔട്ട്ലെറ്റ് ആയിട്ട്, അതായത് വിതരണ കേന്ദ്രങ്ങളായിട്ട് പ്രവർത്തിക്കുന്ന റീറ്റെയിലേഴ്സ്, അവർക്ക് ഗുഡ്സ് ഒന്നും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, സ്റ്റോക്ക് ചെയ്ത് വെക്കാൻ പറ്റുന്നില്ല. ഡ്യൂ ടു ഇനാഡിക്വേറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ, വേണ്ടത്ര വർക്കിംഗ് ക്യാപിറ്റൽ പൈസ ഇറക്കാൻ ഇല്ലാത്തതുകൊണ്ട് അവർക്ക് സ്റ്റോർ ചെയ്യാനൊന്നും കഴിയില്ല. ഓൾസോ ദേ ഫേവർ ദോസ് പ്രോഡക്ട്സ് ഓൺ വിച്ച് ദേ ഗെറ്റ് മാക്സിമം മാർജിൻ. കൂടാതെ അവർ എന്തെല്ലാം കോൺസെൻട്രേറ്റ് ചെയ്യുക, അവർക്ക് കൂടുതൽ മാർജിൻ കിട്ടുന്ന, ലാഭം കിട്ടുന്ന പ്രോഡക്റ്റിലായിരിക്കും അതിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുക. കാരണം ആൾക്ക് ചോദിക്കാനോ പറയാനൊന്നും അറിയില്ല, അവർക്ക് പ്രത്യേകിച്ച് ഒരു ബ്രാൻഡ് ലോയൽറ്റി ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ ഇവർക്ക് ലാഭം കിട്ടുന്ന പ്രോഡക്റ്റ് അവർ കൊണ്ടുവന്ന് വെക്കുള്ളൂ. അപ്പൊ ക്വാളിറ്റി പ്രോഡക്ട്സ് ഒന്നും ആളുകൾക്ക് കിട്ടണമെന്നില്ല. മോർ ഓവർ റീറ്റെയിലിംഗ് ഈസ് ഓൺലി എ സൈഡ് ബിസിനസ് ഫോർ മെനി ഓഫ് ദം. പിന്നെ കൂടാതെ പലർക്കും റീറ്റെയിലിംഗ് ഒക്കെ ഒരു സൈഡ് ബിസിനസ് മാത്രമാണ്. അവർക്ക് ഫ്രീ ആകുമ്പോൾ നടത്താനുള്ള ഒരു ഇടപാട് മാത്രമായിരിക്കും. പലപ്പോഴും അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസിൽ മാത്രം പ്രവർത്തിക്കുന്നവരായിരിക്കും ഒക്കെ അവര്. ദെൻ ഡിസ്പേഴ്സ്ഡ് മാർക്കറ്റ്, ഇങ്ങനെ ഡിസ്പേഴ്സ്ഡ് ആയിട്ട് ഇങ്ങനെ അവിടെയും ഇവിടെ വ്യാപിച്ച് കിടക്കുന്ന, സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന, സ്കാറ്റർ ചെയ്ത് ചിന്ന ഭിന്നായി കിടക്കുന്ന മാർക്കറ്റാണ്. റൂറൽ പോപ്പുലേഷൻ ഈസ് സ്കാറ്റേർഡ് ഓവർ എ ലാർജ് ലാൻഡ് ഏരിയ. വലിയൊരു ഭൂമി ലാൻഡ് ഏരിയയിൽ ഇത് സ്പ്രെഡ് ചെയ്ത് കിടക്കുകയാണ്. ആ സച്ച് റൂറൽ മാർക്കറ്റ്സ് ആർ വ്യൂഡ് ആസ് അൺഎക്കണോമിക് ആൻഡ് അൺമാനേജബിൾ ബൈ ബോത്ത് മാനുഫാക്ചേഴ്സ് ആൻഡ് മിഡിൽ മാൻ. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ റൂറൽ മാർക്കറ്റ്, ഗ്രാമീണ മാർക്കറ്റ് എന്ന് പറയുന്നത് അൺഎക്കണോമിക് ആണ്, നമുക്കത്ര ലാഭകരമല്ല. അൺമാനേജബിൾ ആണ്, മാനേജ് ചെയ്യാനും കഴിയില്ല. ബൈ ബോത്ത് മാനുഫാക്ചേഴ്സ് ആൻഡ് മിഡിൽ മാൻ, മാനുഫാക്ചേഴ്സിനെ കൊണ്ടാണെങ്കിലും മിഡിൽ മാനിനെ കൊണ്ടാണെങ്കിലും ഒക്കെ മാനേജ് ചെയ്യാനൊന്നും കഴിയില്ല. അഡ്വർടൈസിംഗ് ഇൻ സച്ച് എ ഹൈലി ഹെട്രോജീനിയസ് മാർക്കറ്റ് ഈസ് ഓൾസോ വെരി എക്സ്പെൻസീവ്. ഇതൊരു ഹെട്രോജീനിയസ് മാർക്കറ്റ് ആണ്. ഓരോ ഗ്രാമങ്ങളും ഓരോരോ ഭാഗങ്ങളായിട്ട് കിടക്കും, ഓരോരുത്തർ ഓരോ കൾച്ചർ, അങ്ങനെ പല സ്വഭാവവിശേഷവും പല രീതികളും പല കൾച്ചറോട് കൂടി കിടക്കുന്ന മാർക്കറ്റാണ്. അപ്പൊ അങ്ങനെ ഹെട്രോജീനിയസ് മാർക്കറ്റിലേക്ക് ഒരു അഡ്വർടൈസിംഗ് ഒക്കെ തന്നെ വ്യത്യസ്തമായ തോതിലൊക്കെ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പം അതുകൊണ്ട് തന്നെ അതൊക്കെ വളരെ എക്സ്പെൻസീവ് ആണെന്നാണ് പറയുന്നത്. ദെൻ ഡിഫറൻസ് ഇൻ ലാംഗ്വേജസ്, ലാംഗ്വേജിലുള്ള ബുദ്ധിമുട്ട്. ദ ലാംഗ്വേജ് ആർ വേരി ഫ്രം സ്റ്റേറ്റ് ടു സ്റ്റേറ്റ്. പിന്നെ ഓരോ സംസ്ഥാനത്തിലും ഭാഷ വ്യത്യാസമുണ്ട്. റീജിയൻ ടു റീജിയൻ, ഓരോ പ്രദേശ അടിസ്ഥാനത്തിൽ തന്നെ വ്യത്യാസമുണ്ട്. പ്രോബബ്ലി ഫ്രം ഡിസ്ട്രിക്ട് ടു ഡിസ്ട്രിക്ട്, ജില്ലാടിസ്ഥാനത്തിൽ തന്നെ വ്യത്യാസമുണ്ട് അല്ലെ. സിൻസ് മെസ്സേജസ് ഹാവ് ടു ബി ഡെലിവേർഡ് ഇൻ ദ ലോക്കൽ ലാംഗ്വേജസ്, പലപ്പോഴും മെസ്സേജസ് നമ്മൾ ലോക്കൽ ലാംഗ്വേജിൽ കൊടുക്കേണ്ടതായിട്ട് വരും. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട്, അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ഫോർ ദി മാർക്കറ്റേഴ്സ് ടു ഡിസൈൻ പ്രൊമോഷണൽ സ്ട്രാറ്റജീസ് ഫോർ ഈച്ച് ഓഫ് ദീസ് ഏരിയാസ്. ഈ ഓരോ ഏരിയയിലേക്കുള്ള പ്രൊമോഷണൽ സ്ട്രാറ്റജീസ്, അഡ്വർടൈസ്മെന്റോ മറ്റോ പോലത്തെ പ്രൊമോഷണൽ സ്ട്രാറ്റജീസ് ഡിസൈൻ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റേഴ്സിന് അത് ഒത്തിരി ബുദ്ധിമുട്ടാണ്. ആ ഭാഷ എല്ലാ ഭാഷകളിലും ചെയ്യാനും പറ്റില്ല. ഒരു പർട്ടിക്കുലർ ഭാഷയിലാണെങ്കിൽ അതെല്ലാവരും ശ്രദ്ധിക്കൂല. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഇവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. Then low per capita income, കുറഞ്ഞ വരുമാനം. The per capita income of rural people is low as compared to the urban people. നഗരപ്രദേശത്തുള്ള ആളുകളോട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ റൂറൽ പീപ്പിളിന്റെ ഇൻകം കുറവാണ്. മോസ്റ്റ് ഓഫ് ദി കൺസ്യൂമേഴ്സ് ആർ വെരി പുവർ ആൻഡ് ദ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ഈസ് ഓൾസോ വെരി ലോ. ഒട്ടുമിക്ക കൺസ്യൂമേഴ്സും വളരെ പാവപ്പെട്ടവരാണ്, അവരുടെ ജീവിത നിലവാരം വളരെ താഴെയാണ്. ദേ ആർ മോർ പ്രൈസ് കോൺഷ്യസ്, അവർ കൂടുതൽ പ്രൈസിൽ കോൺഷ്യസ് ആണ്, പ്രൈസ് ആണ് അവർ എപ്പോഴും നോക്കുക. ദാൻ ക്വാളിറ്റി കോൺഷ്യസ്, ക്വാളിറ്റിയിൽ അപ്പുറമായിട്ട്. അതിന് മെഷേഴ്സ് ക്വാളിറ്റി ഇൻ ടേംസ് ഓഫ് പ്രൈസ്. പലപ്പോഴും അവർ പ്രൈസിന്റെ അടിസ്ഥാനത്തിലാണ് ക്വാളിറ്റി നോക്കുക. കുറഞ്ഞ വിലക്ക് കിട്ടുന്നത് അത് ക്വാളിറ്റിയുള്ള ഒരു കാര്യമായിട്ടാണ് അവർ കരുതുക. ദേ ബൈ വെരി സ്മോൾ ക്വാളിറ്റീസ് ഓഫ് ഗുഡ്സ്, അവർ കുറച്ച് അളവിൽ സാധനം വാങ്ങിക്കുള്ളൂ. പിന്നെ കിലോ കണക്കിനൊക്കെ വാങ്ങിക്കുന്നതിന് പകരം 100 ഗ്രാം അങ്ങനെ ഇങ്ങനെയൊക്കെ സാധനം വാങ്ങിക്കുള്ളൂ. മേക്കിംഗ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗുഡ്സ് ഇൻ റൂറൽ ഏരിയാസ് അൺഎക്കണോമിക്കൽ.
അങ്ങനെ കുഞ്ഞു ക്വാണ്ടിറ്റിയിൽ വാങ്ങിക്കുള്ളൂ, കുറച്ച് മാത്രമേ അവർ ഡിമാൻഡ് ചെയ്യുള്ളൂ എന്നുള്ളതൊക്കെ അത്തരം ഏരിയയിൽ ഉള്ള ഡിസ്ട്രിബ്യൂഷനെ അൺഎക്കണോമിക്കലാക്കുകയാണ്. അതായത് ചെലവ് കുറവില്ലാത്ത, സാമ്പത്തിക ലാഭമൊന്നും ഇല്ലാത്ത ഒന്നാക്കി മാറ്റുന്നു എന്നാണ് പറയുന്നത്. Then seasonal demand. The demand for goods and services in rural India depends heavily on agriculture. അപ്പോൾ നമ്മുടെ രാജ്യത്ത് ഉള്ള ഗുഡ്സിന്റെയും സർവീസസിന്റെയും ഒക്കെ തന്നെ ഡിമാൻഡ് എന്ന് പറയുന്നത് നല്ലൊരു തോതിൽ അഗ്രികൾച്ചറിനെ ബേസ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. കൂടുതൽ ആളുകളും അഗ്രികൾച്ചറിലെ വരുമാനം കൊണ്ടാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ അഗ്രികൾച്ചറിന്റെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് അവരുടെ ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ ഡിമാൻഡ് ഇരിക്കുന്നത്. അഗ്രികൾച്ചർ ബീങ് സീസണൽ, അഗ്രികൾച്ചർ സീസണൽ ആണ് നമുക്കറിയാം. ഓരോരോ സമയത്ത് അതിന്റെ വിളവെടുപ്പും വരുമാനമൊക്കെ വരുള്ളൂ. അപ്പൊ ഡിമാൻഡ് ഫോർ വേരിയസ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഈസ് ഓൾസോ സീസണൽ. അതുകൊണ്ട് തന്നെ പല ഗുഡ്സിന്റെയും സർവീസസിന്റെയും ഡിമാൻഡും എന്താണ്, സീസണൽ ആയിട്ട് വരും. ഇറ്റ് ബൂംസ് അറ്റ് ദി എൻഡ് ഓഫ് 2 മെയിൻ ഹാർവസ്റ്റ്. പ്രധാനമായിട്ടുള്ള 2 വിളവെടുപ്പ് സമയം, വിളവെടുപ്പ് സീസണിൽ ഡിമാൻഡ് നന്നായിട്ട് കൂടും, ഇൻക്രീസ് ചെയ്യും. ആൻഡ് ഫോൾസ് ടു ബോട്ടം ലെവൽ ഡ്യൂറിങ് ദ റിമൈനിങ് മന്ത്സ് ഓഫ് ദി ഇയർ. അപ്പൊ ഈ ഹാർവസ്റ്റ് ഇല്ലാത്ത മറ്റു മാസങ്ങളിലൊക്കെ പിന്നെ അത് ബോട്ടം ലെവലിലേക്ക് ഫോളോ ചെയ്യും, അതിന്റെ ഡിമാൻഡ് പറ്റ താഴുന്നാണ് പറഞ്ഞത്. ദിസ് പോസസ് പ്രോബ്ലം ടു ദ മാർക്കറ്റർ. ഇത് മാർക്കറ്റർക്ക് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്നതാണ് പറയുന്നത്. Then lack of transport. Many rural areas are not connected by rail transport. ഒട്ടുമിക്ക റൂറൽ ഏരിയാസും റെയിൽ ട്രാൻസ്പോർട്ട് വെച്ചിട്ട് കണക്റ്റഡ് അല്ല. അപ്പം മെനി റോഡ്സ് ഹാവ് ബീൻ പുവർലി സർഫേസ്ഡ് ആൻഡ് ഗോട്ട് സിവിയർലി ഡാമേജ് ഡ്യൂറിങ് മൺസൂൺസ്. ഒട്ടുമിക്ക റോഡുകളും വൃത്തിയായിട്ട് ടാറയോ മറ്റോ ചെയ്തിട്ടുണ്ടാവില്ല. മൺസൂൺ സമയത്തൊക്കെ അത് വല്ലാണ്ട് കേടായിരിക്കുകയും ചെയ്യും. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വൻ തോതിൽ പ്രോഡക്ട്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്പോർട്ട് ചെയ്യാൻ കഴിയുന്നില്ല എന്നാണ് പറയുന്നത്. Then warehousing problem. Warehousing facilities in the form of godowns are not available in rural India. അപ്പോൾ വെയർഹൗസിംഗ് ഫെസിലിറ്റീസ്, ഗോഡൌണിന്റെ ഒക്കെ രൂപത്തിലുള്ള വെയർഹൗസിംഗ് ഫെസിലിറ്റീസ് ആണെങ്കിൽ ഗ്രാമീണ മേഖലകളിൽ ലഭ്യമല്ല. ദ അവൈലബിൾ ഗോഡൌൺസ് ആർ നോട്ട് പ്രോപ്പർലി മെയിൻറ്റെയിൻഡ് ടു കീപ് ഗുഡ്സ് ഇൻ പ്രോപ്പർ കണ്ടീഷൻ. ഗുഡ്സ് ശരിയായൊരു കണ്ടീഷനിൽ ശരിയായ രീതിയിൽ സൂക്ഷിക്കാൻ പറ്റുന്ന രീതിയിൽ ഇനിയുള്ള ഗോഡൌണുകളാണെങ്കിൽ ലഭ്യമായ ഗോഡൌൺ തന്നെ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ നടത്തപ്പെടുന്നുമില്ല. ദിസ് ഈസ് എ മേജർ പ്രോബ്ലം ബിക്കോസ് ഓഫ് വിച്ച് വെയർഹൗസിംഗ് കോസ്റ്റ് ഇൻക്രീസസ് ഇൻ റൂറൽ ഇന്ത്യ. ഇത് വലിയൊരു പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ റൂറൽ ഇന്ത്യയിൽ വെയർഹൗസിംഗ് കോസ്റ്റ് കൂടുതലാണ്, വർദ്ധിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രശ്നമായിട്ട് പറയുന്നത്. Then problems in sales force management. Sales force management ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താ നോക്കാം. Sales force is generally reluctant to work in rural areas mainly because of language problem. പലപ്പോഴും സെയിൽസ് എംപ്ലോയീസ്, സെയിൽസ് പേഴ്സൺസ് ഗ്രാമീണ മേഖലകളിൽ വർക്ക് ചെയ്യാൻ മടിക്കുന്നു. പ്രധാനമായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ലാംഗ്വേജ് പ്രശ്നമാണ്. സിൻസ് മെസ്സേജസ് ഹാവ് ടു ബി ഡെലിവേർഡ് ഇൻ ദ ലോക്കൽ ലാംഗ്വേജിൽ മെസ്സേജ് ഡെലിവർ ചെയ്യേണ്ടതുള്ളതിനാൽ ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ഫോർ സെയിൽസ് ഫോഴ്സ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് റൂറൽ കൺസ്യൂമേഴ്സ്. പലപ്പോഴും റൂറൽ കൺസ്യൂമേഴ്സിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് സെയിൽസ് ഫോഴ്സിന് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ മറ്റൊരു സ്ഥലത്തുള്ള നല്ലോണം ട്രെയിൻ ചെയ്യപ്പെട്ട ഒരു സെയിൽസ് ഫോഴ്സിന് ഒരു പ്രാദേശിക ഭാഷയിൽ സംസാരിക്കാനൊക്കെ പ്രയാസം ഉണ്ടാവും. അപ്പം അതുകൊണ്ട് തന്നെ അവരോട് വർക്ക് ചെയ്യാൻ പഠിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിന്റെ പ്രോബ്ലംസ് ആയിട്ട് പറയാനുള്ളത്. ഇതോടുകൂടി നമ്മൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ പ്രധാനമായിട്ട് സിലബസിൽ എടുത്തു പറഞ്ഞിരിക്കുന്നതെന്ന് പറയുന്നത് റൂറൽ മാർക്കറ്റിംഗ് ഇൻ ഇന്ത്യ എന്താണെന്നുള്ളത്, അതിന്റെ പൊട്ടൻഷ്യൽ, ചലഞ്ചസ് തുടങ്ങിയ കാര്യങ്ങളാണ്. അപ്പോൾ അവയെല്ലാം പ്രത്യേകം ഒന്നിലും എടുത്ത് പഠിക്കുക. ദെൻ സ്ട്രാറ്റജീസ്, റൂറൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് എന്താണെന്നും കൂടെ സിലബസിൽ പറഞ്ഞിട്ടുണ്ട്. അത് നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം. ടിൽ ദെൻ ബൈ.